السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. فقد قال سيدنا رسول الله صلى الله عليه وسلم: اتق المحارم تكن عبد الناس. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശിഷ്ടരായ ഒരുപാട് നേതാക്കൾ നമ്മുടെ വേദിയിലുണ്ട്. അനുഗ്രഹീതരായ പ്രഭാഷകർ തന്നെ നമ്മെ അഭിസംബോധനം ചെയ്യാനുണ്ട്. ദുആ മജ്ലിസ് കൂടി നമ്മുടെ വേദിയെ ഭംഗിയാക്കും. അതിനു മുമ്പ് വളരെ കുറഞ്ഞ നേരം ചില ആശയങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. മഹാനായ സയ്യിദുന അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഉപദേശം വളരെ ലളിതമായി വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തൻ്റെ മുസ്നദ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്: അമറനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഇഷ്ടക്കാരനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് കൽപ്പിച്ചു, അല്ലെങ്കിൽ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ പറഞ്ഞ പോലെ ഔസാനി, എന്നോട് വസിയ്യത്ത് ചെയ്തു, എന്നെ ഉപദേശിച്ചു. ബിസബ്ഇൻ, 7 കാര്യങ്ങൾ. എൻ്റെ ഇഷ്ടക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് 7 കാര്യങ്ങൾ ഉപദേശിച്ചു. ആ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി ഉണ്ടാവാനാണ് ആ ഹദീസിനെ ഇവിടെ വിശദീകരിക്കുന്നത്. ഇന്ന് റജബ് 1 ദുആഇന് ഇജാബത്തുള്ള രാത്രിയാണ്. പ്രത്യേകം ദുആ ചെയ്യൽ സുന്നത്തുള്ള രാത്രിയാണെന്ന് ഫുഖഹാ, ഫിഖഹിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ച് ഉപദേശം നൽകുന്നത്? പരസ്പരം ഉപദേശിക്കുക എന്ന് പറയുന്നത്
മുഅ്മിനീങ്ങളുടെ വിജയിക്കുന്നവരുടെ സ്വഭാവമാണ്. ഉപദേശം ഇഷ്ടപ്പെടാതിരിക്കുന്നത് അയാളുടെ ഹൃദയത്തിൽ കിബർ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളവും ആണ്. ആരെങ്കിലും നമ്മുടെ ഒരു തെറ്റ് തിരുത്തി തന്നാൽ, നിന്റെ മക്കളെ കാര്യം നീ നോക്കിയാൽ മതി, നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കിബർ ഉള്ളതിൻ്റെ അടയാളമായി ആ കാര്യത്തെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നശിച്ചു പോകുന്ന ഒരു രോഗമാണ് കിബർ. ക്യാൻസർ വന്നാൽ കൂടിപ്പോയാൽ സംഭവിക്കലും മരിക്കലാണ്, അതിന്റെ അപ്പുറത്തൊന്നും സംഭവിക്കാനില്ല. കിബർ ഒരാളുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ അയാൾ ചത്തുപോകും. ഈമാനില്ലാതെ മരിച്ചു പോകുന്ന ഒരു തെറ്റാണ് കിബർ എന്നത്. ഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ വിശദീകരിക്കുന്നത് കാണാം. എനിക്ക് കിബർ ഇല്ല എന്ന് തോന്നൽ ഒരു കിബറാണ്. കിബർ ഉണ്ടോ എന്ന പേടിയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ, ഒരു കടുക് മണിയുടെ അത്ര ഒരു ചെറിയ പോയിന്റ് കിബർ ഉണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്ക് എത്തില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അണുമണി തൂക്കം കിബർ നമ്മുടെ ഖൽബിൽ ഉണ്ടാവാൻ പാടില്ല. കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. ആരെങ്കിലൊക്കെ സീനിയറായ മുദരിസുമാരോ ഖാദിയോ ഉസ്താദോ അല്ല, സഹപ്രവർത്തകരോ ഒന്നിച്ചുള്ളവരോ ജൂനിയറോ ആയ ഒരാൾ നമുക്ക് തെറ്റ് തിരുത്തി തന്നാൽ അത് സ്വീകരിക്കാൻ മടി ഉണ്ടെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ്. യഥാർത്ഥത്തിൽ ആരെങ്കിലും നമുക്കൊരു തെറ്റ് തിരുത്തി തന്നാൽ തിരിച്ച് അയാളോട് നൽകേണ്ട മറുപടിയും അവിടെ തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താ പറയേണ്ടത്? ഒരാൾ എൻ്റെ അടുത്ത് പറയാണ്, ഉസ്താദ് ഓതിയ ആയത്തിൽ തെറ്റുണ്ടല്ലോ ഉസ്താദേ, അങ്ങനെ ഞാൻ എന്താ തിരിച്ചു പറയേണ്ടത്? രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള പ്രസംഗങ്ങളിൽ അത് ശ്രദ്ധിക്കാലോ എന്ന് പറയണം. ഒന്ന്. രണ്ട്, ജസാക്കല്ലാഹു ഖൈറൽ ജസാ, നിങ്ങൾക്ക് അല്ലാഹു മുന്തിയ പ്രതിഫലം നൽകട്ടെ എന്ന് അയാളോട് ദുആ ചെയ്ത് പറയും. ഇതാ നമ്മളിൽ ഉണ്ടാവുന്നത്. ആരെങ്കിലൊക്കെ ഉപദേശിച്ചാൽ നമ്മുടെ മനസ്സിന് പ്രശ്നം ഉണ്ടെങ്കിലാണ് ആ ഉപദേശം പിടിക്കാതിരിക്കുക. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ അൽ അദബുൽ മുഫ്രദിൽ കൊണ്ടുവരുന്ന ഒരു ചരിത്രമുണ്ട്. കുറച്ച് ആലിമീങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കഴുതയുടെ മുഖവും ഭാഗവും ഉള്ള ഒരാൾ കുഴിയിൽ നിന്നിങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അട്ടഹസിച്ച് അയാൾ താഴേക്ക് തന്നെ പോകുന്നു. പിന്നെയും അയാൾ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, താഴേക്ക് പോകുന്നു. ഇതാരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത്, പ്രായമുള്ള ഒരു ഉമ്മ ഉണ്ട്, അവരുടെ മോന. ഉമ്മ കുറെ ഉപദേശിച്ചപ്പോൾ ഈ മോന്, നിങ്ങളെ കഴുതപ്പാട്ടൊന്നും നിർത്തോ, എപ്പ നോക്കിയാലും നിങ്ങൾ ഭയങ്കര ഉപദേശമാണല്ലോ എന്ന് ആ ചെറുപ്പക്കാരനായ മോന് പറഞ്ഞപ്പോൾ ഉമ്മന്റെ ഖൽബ് വേദനിച്ചു. നീ എന്താടാ പറഞ്ഞത്? കഴുതപ്പാട്ടോ? എന്റെ ഉപദേശം നീയാടാ കഴുത എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ മരിച്ചു. എല്ലാ വൈകുന്നേരവും കഴുതന്റെ സൗണ്ടുമായി, ആ വൃത്തികെട്ട സൗണ്ടുമായി ആ ചെറുപ്പക്കാരൻ തല ഉയർത്തിയിട്ട് ഖബറിന്റെ ഉള്ളിൽ നിന്ന് വരും. ഉപദേശിക്കുന്ന ആളെ കളിയാക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈമാൻ തന്നെ നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണവും. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ഉസ്താദുമാരുടെ വാളിന്റെ താഴെയും കാണുന്ന കമന്റുകൾ. അവസാന കാലമാവുമ്പോൾ മഹാനായ ഇമാം ജറദാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ അല്ലാമിൽ പറയുന്നത് കാണാം. അവസാന കാലമാകുമ്പോൾ മുർത്തദ്ദാവുന്ന വാക്കുകൾ, കുഫറിന്റെ വാക്കുകൾ പല ആൾക്കാരിൽ നിന്നും
വരും. അവരത് മുർത്തദ്ദാകുന്ന വാക്കാണ് എന്ന അറിവില്ല എന്ന് മാത്രമല്ല, അവർക്ക് അത് തെറ്റാണ് എന്ന് തന്നെ അവർ വിചാരിക്കണില്ല. ഫദ്ലൻ അൻ കൗനിഹി കുഫ്റൻ, എന്നിട്ടല്ലേ കുഫർ എന്ന് വിചാരിക്കണം. അത്തരത്തിലൊന്നും നമ്മൾ പെട്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ തമാശക്ക് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടുത്തുന്നവർ ആവരുത്. അപ്പൊ കിബർ ഒരാളുടെ ഖൽബിൽ വന്നുപോയാൽ പിന്നെ അയാൾക്ക് സ്വർഗമില്ല. സ്വർഗം ഉണ്ടെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. കിബറിന്റെ അലാമത്തായി ഇമാം ഗസാലി തങ്ങൾ രണ്ടാമത് പറഞ്ഞേക്കണത്, വീട്ടു ജോലി ചെയ്യാൻ അയാൾക്ക് ഭയങ്കര മടി. വൈഫ് ഒരിക്കൽ നമ്മളോട് പറയാണ്, ഒന്ന് മോനെ ഒന്ന് മൂത്രമൊഴിപ്പിക്കും, എനിക്ക് തീരെ വയ്യ, തലവേദന. ഞാനാ മൂത്രമൊഴിപ്പിക്കാനാ? എനിക്കുണ്ടാവില്ല. അതൊക്കെ ഭയങ്കര ഹൈ ലെവലിലാണ് മൂപ്പര് സംസാരിക്കണം. കിബറിന്റെ അടയാളാണ് അതൊക്കെ. ലോകത്തെ ഏറ്റവും വലിയ നേതാവ് ആരാ? സയ്യിദുൽ ഖൽഖ് ആരാണ്? അഷ്റഫുൽ ഖൽഖ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവി എന്താ പറഞ്ഞത്? വീട്ടുജോലിയിൽ സഹായിക്കും, അടുക്കള പണിയിൽ സഹായിക്കും, ചെരുപ്പ് തുന്നും, പാത്രം ശരിയാക്കി തരും, ആട് കറന്നു തരും. സൊഫിയ ബീവിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ പറ്റാതിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ തൊടന്റെ മേലെ ചവിട്ടിരി കയറിക്കോളി. കണ്ടോ? വീട്ടുകാർക്ക് ഖിദ്മത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും മാന്യമായ സ്വഭാവത്തിന്റെ അടയാളമാണ്. അതാണ് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പുറത്തുള്ളവരോടൊക്കെ തമാശയും കളി തമാശകളും നമുക്കുള്ളതുപോലെ തന്നെ ഭാര്യയോടും നമുക്ക് കളി തമാശകളും സന്തോഷിപ്പിക്കലും ഉണ്ടാവണം. അത് സുന്നത്തായ കാര്യമാണ്. അതാണല്ലോ ഗസാലി ഇമാം തന്നെ വിശദീകരിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും ഓട്ടം മത്സരം നടത്തിയില്ലേ? ഇത് വിശദീകരിച്ചിട്ട് ഗസാലി ഇമാം പറയാ, അപ്പൊ നമ്മളും വീട്ടുകാരും നല്ല സന്തോഷത്തിലായിരിക്കും. വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി, ഒന്ന് പച്ചക്കറി വാങ്ങിയിട്ട് വരാമോ, ഒന്ന് അക്ഷയയിൽ പോയിട്ട് ആ ഫോം ഒന്ന് ഞാനാ പോകാനാ, ഇനി അവിടെ 2 മണിക്കൂർ കാത്തുക്കേണ്ടി വരും എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഭാര്യയെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ ഒരാൾക്ക് മടി, അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ഭാര്യനെ കൂട്ടിട്ട് പോവില്ല, നീ ഉപ്പാന്റെ കൂടെ പോട്, ഞാൻ അവിടെ എത്തിക്കോളാന്നാ പറയുന്നത്. ഇവൻ വേറെ തന്നെ ഒരു ലെവലാണ്. ഇവരെന്തെല്ലാം ഈ വിതരണം ചെയ്യുന്ന റഹ്മാൻ. അപ്പൊ വീട്ടു ജോലി ചെയ്യാൻ നമുക്ക് മടി ഉണ്ടാവാൻ പാടില്ല. 3, പാവങ്ങൾ ക്ഷണിച്ച പരിപാടിക്ക് പോകാൻ ഒരാൾക്ക് മടി തോന്നും. പണക്കാര് വിളിക്കുന്ന പരിപാടിക്കൊക്കെ മൂപ്പര് സജീവമായിട്ട് പോകുന്നു. ഒരു ആചാര്യ വിളിക്കുന്ന ഗ്രാൻഡ് മൗലിദിനൊക്കെ മൂപ്പര് പോകും. പാവപ്പെട്ട ഒരു പെണ്ണുങ്ങള്, മോനെ ഒന്ന് ഇവിടെ ഒരു മൗലിദ് എല്ലിത്തരും, മൂപ്പരൊക്കെ പോവില്ല, മൂപ്പർക്ക് ഡേറ്റും ഉണ്ടാവില്ല. അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ അതും വലിയ പ്രശ്നമാണ്. വലിയ ഉസ്താദിന്റെ മോളെ കല്യാണത്തിന് നമ്മൾ ഇന്നോവയും ഫോർച്യൂണറും ആക്കിയിട്ട് 2-3 ദിവസം മുന്നേ സെറ്റ് ആവുന്നുണ്ട്. പക്ഷെ പാവപ്പെട്ട ഒരാളുടെ കല്യാണത്തിന് പോകാൻ ഞാൻ വരണോ, നീ പോയാ പറയും, ഒരു 500 രൂപ കൊടുത്തോളി എന്ന മൈൻഡാണ് നമുക്കുള്ളതെങ്കിൽ അത് കിബറിന്റെ അലാമത്താണ്, അത് കിബറിന്റെ അടയാളാണ്. അത് തിരിച്ചും ഉണ്ടാവും. എങ്ങനെ തിരിച്ചുണ്ടാവുക? ചില ആൾക്കാർ വീട്ടിലേക്ക് ആലിമീങ്ങളെയും തങ്ങന്മാരെയും ക്ഷണിക്കുന്നത് തന്നെ നാട്ടുകാരുടെ മുമ്പിൽ വലിയ സംഭവമാവാനാണ്. എൻ്റെ 4 മക്കളുടെയും നിക്കാഹ് കഴിച്ചത് ആരാണെന്ന് ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ ആ ഉസ്താദിന്റെ വർക്കത്തുണ്ടോ തങ്ങളെ വർക്കത്തുണ്ടോ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വർക്കത്തുണ്ടാവാനല്ല. പിന്നെ എന്തിനാ മൂപ്പരിങ്ങനെ ചെയ്യണത്? വദ്വാഉൽ മുരീദി അൽ ഉലമാ വൽ ഉമറാ ഇലാ വലീമത്തി ബൈതിഹി, അയാളുടെ വീട്ടിലെ സൽക്കാരത്തിന് അയാൾ വലിയ വലിയ തങ്ങന്മാരെയും ആലിമീങ്ങളെയും പൗരപ്രമുഖരെയും ക്ഷണിക്കുന്നത് ജനങ്ങളെ മനസ്സിൽ ഞാൻ വലിയ സംഭവമാണ്
എന്ന് ബോധ്യപ്പെടുത്താനാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അയാൾ നശിച്ചു പോകാൻ ആ ഒറ്റ കാരണം മതി എന്ന് ഇമാം ഷഅറാനി റഹ്മഹുള്ളയുടെ അൽ കൗകബു ഷാഹിഖ് ഫിൽ ഫർഖി ബൈനൽ മുരീദി സ്വാദിഖി വഗൈരി സ്വാദിഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. പലപ്പോഴും നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ ഇത്ര ചിക്കൻ അറുത്തിട്ട് മൗലിദുണ്ട്, ഉച്ചക്ക് ഇന്നാളത്തും വൈകുന്നേരം ഇന്നാളത്തും, തങ്ങൾ രാത്രി എത്തും എന്നാ പറഞ്ഞു. പിന്നെ തങ്ങളുടെ ഡേറ്റ് അനുസരിച്ചിട്ടാണല്ലോ. ചിലർ ഈ പ്രവാസികളുടെ ഒക്കെ സംസാരത്തിൽ വരുന്ന ഒരു കിബറിന്റെ സംസാരം ഉണ്ടാവാറുണ്ട്. ചിത്താരി അബുദാബിയിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലാണ് താമസിക്കാറ്, പേരോട് പിന്നെ പലപ്പോഴും നമ്മളെടുത്ത് തന്നെ ഉണ്ട്. പൊന്മുളി ഞാനും അധികം ഒന്നിച്ചെന്നല്ലേ. ആ 2 തക്കാഫിൽ കൊടുത്തതിന്റെ കിബറാണിത്. അതൊന്നും നമുക്ക് ഉണ്ടാവരുത് മനുഷ്യന്മാരെ, അതൊന്നും നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ ഉസ്താദും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് ഉഖ്റവിയായ ബന്ധമായിരിക്കണം. അതാണ് ഈ ഹദീസ് ഉടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ തങ്ങളെ ഉപദേശിച്ചിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാവണം എല്ലാം ചെയ്യുന്നത്. മൻ അഹബ്ബ ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അതാണ് ഈമാന്റെ അടയാളം. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. അങ്ങനെ ഒരു കിബറും ഇല്ലാത്ത മനസ്സ് നമുക്കുണ്ടാവണം. എങ്കിൽ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു രോഗവും ഇല്ലാത്ത ഖൽബുണ്ടെങ്കിലേ അല്ലാഹുവിന്റെ അടുത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. വേറെ എന്ത് നമുക്കുണ്ടായിട്ടും കാര്യമില്ല. ശരീരത്തിന് രോഗം വരുന്നതിനനുസരിച്ച് അല്ലാഹുവിലേക്ക് അടുക്കും. ഹൃദയത്തിന് രോഗം വരുന്നതിനനുസരിച്ച് അള്ളാഹുവുമായിട്ട് ബന്ധം അങ്ങ് കുറഞ്ഞു പോകും. ശരീരത്തിന് അസുഖം വരിക എന്ന് പറയുന്നത് ഉഖ്റവിയായി നോക്കുമ്പോൾ അത് പ്രശ്നമുള്ള കാര്യമല്ല. എത്ര നബിമാർക്ക് എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടായിരുന്നു, എത്ര പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പട്ടിണി കൊണ്ട് വഫാത്തായ നബിമാരുണ്ടായില്ലേ? പട്ടിണി കൊണ്ട് വഫാത്തായ നബിമാരുണ്ടായിട്ടുണ്ട്. വീടില്ലാത്ത നബിമാരില്ലേ? സമ്പത്ത് തീരെ ഇല്ലാത്ത സ്വഹാബത്തില്ലേ? അതൊക്കെ ദുന്യവിയായ കാര്യമാണ്. അതൊന്നുമല്ല ഉഖ്റവിയായ കാര്യം. പലപ്പോഴും കഥാപുസ്തകത്തിലും കഥാപ്രസംഗത്തിലൊക്കെ വരുന്ന പോലെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ചില ആശയങ്ങൾ വരാറുണ്ട്. എന്ത്? പുണ്ണ് പിടിച്ചു, വെറുക്കപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടായി എന്ന് പറയണത് ശരിയല്ല. അങ്ങനെ ഒരു നബിക്കും ജനങ്ങൾക്ക് വെറുപ്പുള്ള ഒരു രോഗവും ഉണ്ടാവില്ല. വമാ ജാഅൻ അയ്യൂബ മിനൽ ഖിസ്വത്തിൽ മുനഫറ, വെറുക്കപ്പെട്ട രോഗങ്ങൾ അയ്യൂബ് നബിക്ക് ഉണ്ടായി എന്ന് പറയുന്ന കഥകളെല്ലാം ഫബാത്തിലുൻ മർദൂദ്, ശുദ്ധ അസംബന്ധമാണ്, കെട്ട് കഥകളാണ്, ഫിക്ഷൻസ് ആണ് അതൊക്കെ. അതൊന്നും സ്വഹീഹായി റിപ്പോർട്ട് ചെയ്തത് അല്ലേ അല്ല. അങ്ങനെ ഒരു നബിക്കും ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവില്ല? കാര്യമായിട്ട് ഒരാൾ അയ്യൂബ് നബീന്റെ അടുത്ത് ഇസ്ലാം സ്വീകരിക്കാൻ വരിക, എന്നിട്ട് അടുത്തെത്തുമ്പോൾ തന്നെ ആ പുണ്ണ് ഇങ്ങനെ മണത്തിട്ട് തിരിച്ചു പോവുക. എങ്ങനെ ഉണ്ടാവില്ല? അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. അതെല്ലാ ഇമാമിങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കഥാപ്രസംഗമൊക്കെ ഒരു പരിപാടിക്ക് സംഘടിപ്പിക്കുമ്പോൾ കഥ ഉണ്ടെങ്കിൽ മാത്രമേ കഥാപ്രസംഗത്തിന് വിളിക്കാൻ പറ്റൂ. എന്തെങ്കിലും കഥ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് എന്തിന് ചെലവഴിച്ചു എന്ന് കമ്മിറ്റി ഭാരവാഹികളോട് അള്ളാഹു ചോദിക്കും. ഒരാളെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ എന്തിനാണ് അയാളെ ക്ഷണിച്ചത് എന്നത് കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ വെറും ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ മുബ്തദിയായ ഒരാളെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. മുബ്തദിയായ ഒരാളെ ഇമാമായി നിശ്ചയിക്കൽ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഹറാമാവും. എന്താ? എല്ലാരെയും കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കണം അവര്. കണ്ടോ, ഗൗരവമാണത്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു പരിപാടിക്ക് ഒരാളെ ക്ഷണിക്കുമ്പോൾ ഉഖ്റവിയായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഒരു പരിപാടിക്ക് ക്ഷണിക്കേണ്ടത് തന്നെ. എന്റെ വിഷയം അതല്ല. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ 7 ഉപദേശം. 1, അമറനി ബിഹുബ്ബി മസാകീൻ വദ്ദുനുബി മിൻഹും. മോനെ അബൂദർറെ, നീ പാവങ്ങളെ നന്നായി സ്നേഹിക്കണം. വദ്ദുനുബി മിൻഹും, അവരോട് നല്ല അടുപ്പവും ഉണ്ടാവണം. അവരോട് നല്ല അടുപ്പം ഉണ്ടാവണം. പാവങ്ങളെ ഇഷ്ടപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് പാവങ്ങളോടുള്ള മഹബ്ബത്ത്.
എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമാണത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹബ്ബൽ മസാകീൻ. എനിക്ക് പാവങ്ങളോടുള്ള മഹബ്ബത്ത് എൻ്റെ ഖൽബിൽ നൽകണേ എന്ന് അവിടുന്ന് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു വാങ്ങണമെങ്കിൽ ചെറിയ കാര്യമൊന്നും റസൂൽ ചോദിക്കൂല. നമ്മളാണ് ഈ തങ്ങന്മാരൊക്കെ വന്നാല്, വീട്ടിലോ പരിപാടിക്കോ വന്നാല്, വീടിന്റെ 2ാം നില എടുത്തിട്ടുണ്ട്, ടൈൽസ് ഇട്ടിട്ടില്ല ഉസ്താദ്, എന്തെങ്കിലും ചെല്ലാനുണ്ടോ എന്നൊക്കെ നമ്മളുടെ ഉഡായിപ്പ് ചോദ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണമെങ്കിൽ അതൊരു ക്ഷണികമായ കാര്യങ്ങൾ ചോദിക്കൂല. അതേ ഏറ്റവും ടോപ്പായ കാര്യം മാത്രമേ ചോദിക്കുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുന്നു, വഹബ്ബൽ മസാകീൻ, അല്ലാഹുവേ പാവങ്ങളോടുള്ള മഹബ്ബത്ത് എനിക്ക് നീ നൽകണേ എന്ന് അവിടുന്ന് ചോദിച്ചു വാങ്ങിയത് കാണാം. ആ ആശയം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നത് കാണാം. എന്താ വിശദീകരിക്കുന്നത്? ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന കാണാം, ഒരാൾക്ക് പാവങ്ങളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അയാളുടെ ഖൽബ് ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണത്. കാരണം പാവങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ ഒന്നും തിരിച്ചു കിട്ടാനില്ല. എന്താ കിട്ടേണ്ടത്? അവരടുത്ത് എന്തായാലും ഒരു SLR ക്യാമറ ഉണ്ടാവില്ല, പിന്നെ തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ, ഒന്നും കിട്ടാനില്ല. അപ്പോൾ അവരുടെ ഇഷ്ടം അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈമാനിന്റെ കാമ്പാണ്, ഈമാനിന്റെ കാതലായ വിഷയമാണ്. ഒരാൾ അയാളുടെ ഹൃദയത്തിൽ ഈമാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം തന്നെ മൻ അഹബ്ബ ലില്ലാഹി, അവർ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ പാവങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അവർ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടവരാണ്. തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ, എന്താ കിട്ടേണ്ടത്? ഒന്നും തിരിച്ചു സഹായിക്കണമെന്നോ പ്രതീക്ഷയില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പാവങ്ങളോട് ഹുബ്ബുണ്ടാവണം. അത് വിജയിക്കാനുള്ള ഒരു വഴിയാണ്. മഹാന്മാരെ കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചല്ലോ, ഔലിയാക്കളായത് കുറെ നിസ്കരിച്ചിട്ടോ നോമ്പെടുത്തിട്ടോ അല്ല, മറിച്ച് അവരൊരുപാട് പാവങ്ങളെ പരിഗണിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ മകൻ, മുത്തുനബിയുടെ ഇഷ്ടക്കാരൻ ജഅഫർ ത്വയ്യാർ, മുഅ്തദിന്റെ രണാങ്കണത്തിൽ 2 കൈയും നഷ്ടപ്പെട്ടതിന്റെ പകരം ഷഹീദായ ഉടനെ തന്നെ സ്വർഗത്തിലെത്തി 2 ചിറകുകൾ ഫിറ്റായി അല്ലാഹു സ്വർഗത്തിൽ പറക്കാനുള്ള സംവിധാനം കൊടുത്ത ആളാണ് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ജഅഫർ തങ്ങളുടെ മകനെ കണ്ടാൽ അസ്സലാമു അലൈക്കും യബ്ന ത്വയ്യാർ, പറക്കുന്ന ഉപ്പയുടെ മകനെ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അത്രയും മഹത്വമുള്ള ആളാണ് സയ്യിദുന ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മുഅ്തദിന്റെ രണാങ്കണത്തിൽ 80-ലധികം മുറിവുകൾ ഏറ്റുവാങ്ങി കാലും കൈയും എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഫുട്ബോൾ പോലെ ഉരുണ്ട് അവസാനം വെള്ളം കൊടുത്തപ്പോൾ എനിക്ക് വെള്ളം വേണ്ട, സുന്നത്ത് നോമ്പുണ്ട്, മഗ്രിബാകുമ്പോൾ കുടിക്കാം, ഇല്ലെങ്കിൽ സ്വർഗത്തിലാവാം എന്ന് പറഞ്ഞ് നോമ്പോടുകൂടി വഫാത്തായ മഹാൻ. ആ മഹാന്റെ മുൻഭാഗത്തു മാത്രം 50-ലധികം ദ്വാരങ്ങളിൽ നിന്ന് ബ്ലഡ് ഒലിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു ധീരതയുടെ അടയാള. ഒരു മുറിവേറ്റിട്ട് തിരിഞ്ഞിട്ടില്ല, 50-ലധികം മുറിവുകൾ ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞാൽ അത്രയും നേരം സഹിച്ച് സമര പോർക്കളത്തിൽ നിന്നു എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. ആ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരാളം കിതാബുകൾ സ്വതന്ത്രമായി വന്നിട്ടുണ്ട്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന് ഒരു സ്ഥാനപ്പേരുണ്ട്,
എന്താ ജാഫർ തങ്ങളുടെ സ്ഥാനപ്പേര്? അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പ. എന്താ അതിന്റെ കാരണം? പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും, പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും, പാവങ്ങൾക്ക് സേവനം ചെയ്യാനും ജാഫർ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ വഫാത്തായ 2 ഭാര്യമാർ, ഒന്ന് ഖദീജ ബീവിയും മറ്റൊന്ന് സൈനബ് റളിയല്ലാഹു അൻഹയാണ്. ആ സൈനബ് ബീവിക്കും ഇതേപോലെ ഒരു പേരുണ്ട്, ഉമ്മുൽ മസാകീൻ, പാവങ്ങളുടെ ഉമ്മ. പാവങ്ങളെ സഹായിക്കുന്നിടത്ത് അവര് റാങ്ക് നമ്പർ 1 ആണ്. ഇങ്ങനെ എല്ലാ സ്വഹാബിമാരെ എടുത്തു നോക്കിയാലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അന്ധനായ ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ധാരാളം ആൾക്കാര് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പാവപ്പെട്ട ഒരാൾ അവിടെ എത്തിയപ്പോൾ അന്ധനായ മനുഷ്യൻ തന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് മഹാൻ അറിഞ്ഞപ്പോൾ നേരെ അയാളുടെ അടുത്തേക്ക് പോയി ദീർഘനേരം അയാളോട് സംസാരിച്ച് അയാൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുത്തിട്ടാണ് മഹാനവറുകൾ തിരിച്ചു വരുന്നത്. ഇങ്ങനെ പാവങ്ങളെ പരിഗണിക്കുക എന്നുള്ളത് ഒരാളുടെ ഖൽബ് നന്നായതിന്റെ, ഖൽബ് ശുദ്ധിയായതിന്റെ അടയാളമായി മഹാന്മാര് നമുക്ക് എഴുതി വെക്കുന്നത് കാണാം. അവരോട് നല്ല അടുപ്പം ഉണ്ടാവണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പലപ്പോഴും ഭക്ഷണം കഴിക്കല് തന്നെ പാവങ്ങളുടെ കൂടെ ഇരുന്നിട്ടാ. നമ്മൾ കഴിഞ്ഞ മാസമല്ലേ സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ ഓർത്തെടുത്തത്. റിഫായി ശൈഖിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, പ്രിയപ്പെട്ട ഉസ്താദ് റിഫായി ത്വരീഖത്ത് ജീവിതത്തിൽ കൊണ്ട് നടന്ന ആളാണ്. ഉസ്താദിന്റെ അടുത്ത് ദർസ് പഠിക്കുമ്പോൾ ഓരോ ശിഷ്യന്മാർക്കും മനസ്സിലാവൽ, അള്ളാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി പാവങ്ങളെ പരിഗണിക്കുക എന്നുള്ളതാണ്. ഉസ്താദ് എപ്പോഴും അത് പറയും. അത് ഉസ്താദ് റിഫായി ത്വരീഖത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്നതാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം തന്നെ, ആരെങ്കിലും തന്റെ നാട്ടിൽ രോഗികളുണ്ടെന്നറിഞ്ഞാൽ, തന്റെ നാട്ടിൽ ഉമ്മു അബീദയിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല, അത് നാട്ടിന്റെ പുറത്താണെങ്കിലും ആ നാട്ടിലേക്ക് ചെന്ന് ബറങ്കാന ഔ ഫാജിറ, അയാള് നല്ല ആളാവട്ടെ മോശമാളാവട്ടെ, അയാളുടെ അടുത്ത് ചെന്ന് അയാളെ ആശ്വസിപ്പിക്കും. റിഫായിന്റെ ഒരു സ്വഭാവം അത്. എന്നിട്ട് രോഗികളുടെ വസ്ത്രങ്ങൾ എടുത്ത് അലക്കി കൊടുക്കും. ഇത് കണ്ടിട്ട് എത്ര ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് റിഫായി ശൈഖിന്റെ ഈ സ്വഭാവം കണ്ടിട്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവർക്ക് വേണ്ടി കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് വീട്ടിൽ എത്തിച്ചു കൊടുക്കും. പാവങ്ങളുടെ വസ്ത്രം അലക്കി കൊടുക്കും, അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കും. കാഴ്ചയില്ലാത്തവരുടെ കൈ പിടിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ റിഫായി ശൈഖിന് വലിയ താല്പര്യമാണ്. കാഴ്ചയില്ലാത്ത ഒരാളുടെ കൈ പിടിച്ച് 40 അടി ഒരാൾ നടന്നാൽ അയാളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അതുവഴി പുറത്തു കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ജീവിതത്തിൽ ചെയ്തത് ഹറാമുകൾ പുറത്തു കിട്ടാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന പദ്ധതി തന്നെ ചാരിറ്റിയാണ്. ഇസ്ലാമിലെ ഇബാദത്താണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് നിസ്കാരം പോലെ നോമ്പ് പോലെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഇബാദത്താണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഒരാൾ വയറ് നിറച്ച് തിന്നണമെങ്കിൽ അവൻ എന്റെ കമ്മ്യൂണിറ്റി അല്ല, പാവപ്പെട്ടവരെ പരിഗണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഇസ്ലാം പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യൻ എന്ത് മുസ്ലിം? അതുകൊണ്ടാ ഇബ്നു ഹജർ തങ്ങൾ തന്റെ രോഗവും ആ രോഗം വന്നാൽ ഉണ്ടാവുന്ന പ്രതിഫലവും അതുപോലെ രോഗിയെ സന്ദർശിക്കേണ്ടതിന്റെ മര്യാദകളൊക്കെ വിശദീകരിക്കാൻ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർളി വൽ ഇയാദ. ആ ഗ്രന്ഥത്തിൽ കാണാം
നമ്മുടെ അയൽവാസിയായ ഒരാൾ രോഗിയായി. ആ രോഗിക്ക് മരുന്ന് വേണ്ട വിധത്തിൽ കിട്ടിയില്ല, പണമില്ലാത്തതിന്റെ പേരിൽ. ആംബുലൻസ് വിളിക്കാനുള്ള ക്യാഷ് ഇല്ല. അത് നമ്മൾ അറിയില്ലായിരുന്നു. അയാൾ അങ്ങ് മരിച്ചുപോയി, അയാൾക്ക് രോഗം മൂർച്ഛിച്ചു പോയി. ആ ഒറ്റ കാരണം മതി നമ്മൾ കുറ്റക്കാരാവാൻ. അറിയില്ലല്ലോ എന്ന ന്യായം തെറ്റാണ്. കാരണം അയൽവാസി രോഗിയാകുമ്പോൾ നമ്മൾ അറിയണം. നമുക്ക് 2 ചെവികൾ അല്ലാഹു തന്നത് തന്നെ പാവങ്ങളെ കേൾക്കാൻ കൂടിയാണ്. നിങ്ങൾ ഇസ്ലാമിനെ ഒന്ന് പഠിച്ചു നോക്കി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യപ്പറ്റില്ലാത്തവൻ എന്ത് ഇസ്ലാം ഉണ്ടാവാനാ? നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടി എന്നൊരു പെണ്ണിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായി സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തതിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് അതിന്റെ ലക്ഷ്യം? പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് മുസ്ലിമത്തല്ലേ? ആ പെണ്ണിന് എന്തോ ഇബാദത്തിന് കുറവുണ്ടായിരുന്നോ? ആ പെണ്ണിന് സഹജീവി സ്നേഹം ഇല്ല. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ വഴിവക്കിലുള്ള മരത്തിന്റെ കൊമ്പ്, ഒരു ബ്രാഞ്ച്, ഒരു ശിഖിരം, ഇത് വഴിയാത്രക്കാർക്ക് തടസ്സാവുമല്ലോ എന്ന് കണ്ട് അത് വെട്ടി യാത്ര ചെയ്യുന്നവർക്ക് എളുപ്പം നൽകിയതിന്റെ പേരിൽ അയാളുടെ ദോഷം പുറത്തു കൊടുത്ത ഹദീസ് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടോ? തണുത്തു വിറക്കുന്ന ഒരു പൂച്ച, ആ പൂച്ച കുഞ്ഞിനൊരു അതിന്റെ തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തുന്ന സ്ഥലത്ത് അതിന്റെ പരിസരത്ത് കൊണ്ടുവച്ചപ്പോൾ, ശിബിലി, നിനക്കെല്ലാം ഞാൻ പുറത്തു തന്നിരിക്കുന്നു, നിനക്ക് വലിയ ദറജ നൽകിയിരിക്കുന്നു എന്ന് അബൂബക്കർ ശിബിലി തങ്ങളോട് അള്ളാഹു പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായി നമ്മളിൽ ഉണ്ടാവേണ്ടത് എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ? ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് വന്നു പോയി എന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, റമദാൻ നോമ്പെടുക്കണ കാലത്തോ ഹജ്ജിന് ഇഹ്റാം കെട്ടിയ സന്ദർഭത്തിലോ പാടില്ലാത്ത ചില സുഖാസ്വാദനങ്ങളിൽ ഒരാൾ ഏർപ്പെട്ടാൽ അതിന് കഫാറത്ത് കൊടുക്കണം. അത് വലിയ തെറ്റാണ് എന്ന് ഫിഖ് പറയും. എന്താണ് ഇപ്പൊ അതിന് കഫാറത്ത് കൊടുക്കേണ്ടത്? 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ 60 മിസ്കീന്മാർ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോഴേക്ക് അള്ളാന്റെ ദേഷ്യം മാറി, ദോഷവും പുറത്തു. ഇതാണ് ഇസ്ലാം. കേട്ടോ? ഒരാൾ റമദാനിന്റെ പകലിൽ പാടില്ലാത്ത സുഖത്തിൽ ഏർപ്പെട്ടു, ഹജ്ജിന് ഇഹ്റാം കെട്ടിയ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്തു. അള്ളാഹുവിന് കടുത്ത വെറുപ്പുള്ള കാര്യമാണ്, വിലക്കപ്പെട്ട കാര്യം. ഈ പുണ്യസമയത്ത് പുണ്യസ്ഥലം മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്താൽ പ്രശ്നം സോൾവ്ഡ്, പ്രശ്നം പരിഹരിച്ചു. എന്താ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം? 60 മിസ്കീന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ദേഷ്യമൊക്കെ പോകും. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാം നമ്മൾ ശരിക്കും പഠിക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓൺലൈൻ മജ്‌ലിസിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഭർത്താവിനെയും മക്കളെയും തീരെ പരിഗണിക്കാതെ ആഖിറത്തിലെത്തുമ്പോൾ കുടുങ്ങിപ്പോകും. ഇസ്ലാമിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വെറും നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തും മാത്രം അല്ല. അൽ-ആയാത്തുൽ ബയ്യിനാത്ത് എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. വബശ്ശിരിൽ ലദീന ആമനൂ, നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് സന്തോഷം അറിയിച്ചോളി, സ്വർഗമുണ്ട് എന്ന സൂറത്തുൽ ബഖറന്റെ ആയത്ത് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ആ കിതാബ്. അതിൽ കാണാം സ്വാലിഹായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വെറും അള്ളാഹുവിനോട് നോമ്പെടുക്കുക നിസ്കരിക്കുക എന്ന് മാത്രമല്ല, മനുഷ്യന്മാരോടുള്ള കടപ്പാടുകളും വളരെ കൃത്യമായി നമുക്ക് ഉണ്ടാവണം. നിങ്ങൾ കണ്ടില്ലേ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ, അവരെക്കാൾ വലിയ സൂഫിയത്തിനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. റാബിയത്തു ഷാമിയ റളിയല്ലാഹു അൻഹ വലിയ മഹദിയല്ലേ? അതെ. ഇമാം ഷാറാനി തങ്ങൾ ചരിത്രത്തിൽ എഴുതി വെക്കുന്നതാണ്, ഈ മഹദിമാരെല്ലാം ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കുളിച്ച് വൃത്തിയായി ഭർത്താവിന്റെ അടുത്ത് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകും. ഭർത്താവിനോട് എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ആവശ്യമില്ലാതെ
എന്നിട്ട് ഭർത്താവിന്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുത്ത് ഭർത്താവ് വിശ്രമിക്കുമ്പോൾ റാബിയ ബീവി അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഇബാദത്ത് ചെയ്യുക. ഫസ്റ്റ് പ്രയോറിറ്റി ഓൺലൈൻ മജ്‌ലിസിനല്ല, ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ടു ഹസ്ബൻഡ്സ്. ആദ്യം ഭർത്താവിന് പരിഗണിക്കണം. ഓൺലൈൻ മജ്‌ലിസ് കൊണ്ട് ദുരന്തങ്ങൾ കുറേ ഉണ്ട്. ഉമ്മമാരതിൽ പെട്ടുപോകരുത്. ഭർത്താവിനെയും മക്കളെയും നന്നായി പരിഗണിക്കണം. അതില്ലാതെ അത് വാജിബല്ല, അത് നിർബന്ധമല്ലേ. മക്കളെ പരിഗണിക്കാതെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുക, ഭർത്താവിന് ഖിദ്മത്ത് എടുക്കാനൊക്കെ പറയണ വലിയ പ്രതിഫലമുള്ള കാര്യമല്ലേ. അതൊക്കെ കറക്റ്റ് നിർവഹിക്കുന്നിടത്ത് നമ്മൾ ഉണ്ടാവണം. ഇങ്ങനെ മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള സ്വഭാവം നമ്മളിൽ ഏറ്റവും പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഉപദേശം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, അമറനി അൻ അൻളുറ ഇലാ മൻ ഹുവ തഹ്തി വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി. മോനെ അബൂദർറെ, നീ എപ്പോഴും താഴെ ഉള്ളവരിലേക്ക് നോക്കണം, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ നിന്റെ മനസ്സ് നന്ദിയുള്ള മനസ്സാവും. മുകളിലുള്ളവരിലേക്ക് മാത്രം നോക്കി ജീവിച്ചാൽ നിനക്കെപ്പോഴും ആർത്തി ഉണ്ടാവും. അയാൾക്കൊക്കെ ഇന്നോവ ഉണ്ടല്ലോ, ഞാൻ ഈ 800 ആൾട്ടോ ആയിട്ട് എത്ര കാലമായി നടക്കണത് എന്ന് തോന്നുന്ന ആർത്തി ഉറപ്പായിട്ടുണ്ടാവില്ലേ. അയാൾ ആലോചിക്കേണ്ടത് ബൈക്ക് പോലും ഇല്ലാതെ വെയിലത്ത് നടക്കുന്ന എത്ര പാവങ്ങളുണ്ടല്ലേ എന്നാലോചിച്ചാൽ പ്രശ്നമില്ലല്ലോ. പ്രശ്നമുണ്ടോ? ഇതേത് വിഷയത്തിലും ശ്രദ്ധിച്ചാൽ മതി. എന്റെ ഭാര്യക്ക് എപ്പോ അസുഖാവസ്ഥ എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ആലോചിക്കേണ്ടത് എന്താ, എത്ര ആള് ഭാര്യ ഉണ്ടായിരിക്കെ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഭാര്യ 3 പെൺകുട്ടികളെ കെട്ടി 3 ആളും മരിച്ചു പോയവർ, എത്ര പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇങ്ങനെ നമ്മളെക്കാൾ നിഅമത്ത് കുറഞ്ഞ ആളിലേക്ക് നോക്കുക എപ്പോഴും. അത് ഏത് വിഷയത്തിൽ നോക്കണം എന്നാ പറയണത്? ദുന്യാവിന്റെ വിഷയത്തിലാ. ഇബാദത്തിന്റെ വിഷയത്തിൽ മുകളിൽ തന്നെ നോക്കണം. നീ എന്താടാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് നീ എപ്പോഴാണ് ഈ സുബീസ്കരിക്കണത്? എപ്പോ? അപ്പൊ എന്റെ നിസ്കാരം കള്ളായിട്ടില്ലേ? 6:20 ഉമ്മ സുബി വാങ്കൊക്കെ വളരെ ലേറ്റ് ആയിട്ടല്ലേ സുബി വാങ്ങും. അപ്പൊ എങ്ങനെ ലേറ്റ് ആവല്? നിസ്കാരം കള്ളാവല്? ഉമ്മ ശരിക്കും പറഞ്ഞാലേ ഉമ്മ ഞാൻ കുറച്ച് ലേറ്റ് ആയതിനും ജമാഅത്ത് നഷ്ടപ്പെട്ടതിനൊക്കെ കുറച്ച് ചൂടാകണില്ലേ? എന്റെ ഒന്നിച്ച് ക്യാമ്പസിലെല്ലാം പഠിക്കുന്ന പിള്ളേർ നിസ്കരിക്കലില്ല. അവന്റെ ഡയലോഗ് കേട്ടോ. ദുന്യവിയായ വിഷയത്തിലെ താഴേക്ക് നോക്കാൻ പറ്റും, ഉഖ്റവിയായ വിഷയത്തിൽ എപ്പോഴും മുകളിലേക്ക് നോക്കണം. അതാണ് സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കണം എന്ന് മഹാന്മാര് പഠിപ്പിക്കാനുള്ള കാരണം. മക്കള് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴിയായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വഴിയാണ്, മക്കൾക്ക് കുഞ്ഞിളം കാലത്തു തന്നെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുത്താൽ മഹാന്മാരോടുള്ള മഹബത്ത് അവരുടെ ഖൽബിൽ രൂഢമൂലമാവും, ഉറച്ചു നിൽക്കും. പിന്നെ ഖത്തറിലും കുവൈത്തിലും ബഹ്റൈനിലും ഒമാനിലും ഒന്ന് പോയാല് വഹാബി ആവൂല. ഇല്ലാത്ത പിള്ളേരാണ് ഗൾഫിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോക്ക് ഷിർക്കായിട്ട് വരുന്നതാണെന്ന്. എന്തുകൊണ്ടാ? ഓൻ 6ാം ക്ലാസ് മദ്രസയിൽ നിന്ന് ഒഴിവാക്കിയത്. ഓനിക്ക് റിഫായി മാലയില്ല, ഓനിക്ക് മുഹിയുദ്ദീൻ മാല അറിയില്ല, ഓനിക്ക് ജീലാനി തങ്ങളുടെ ചരിത്രം അറിയില്ല. അത് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാൻ അറിവില്ലേ ഇല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൽഫർ ബിദാത്തി ദീൻ, ദീൻ ഉള്ള പെണ്ണിനെ തന്നെ കെട്ടണം. കഥ ഉള്ള പെണ്ണിനെ കെട്ടണം, എന്നാലേ കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ പിള്ളേർ ഉമ്മ ഒരു കഥ പറഞ്ഞല്ലോ, എന്റെ കഥ അങ്ങ് കഴിക്കലാണെന്ന് പറഞ്ഞിട്ട് ഒരു ചൂടാവും, പിന്നെ തീരും. പിന്നെ അവന്റെ എല്ലാ സ്വഭാവവും പോയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കും. പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവാം. അതിനെന്താ വഴി? അവർക്കെപ്പോഴും സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. നമുക്ക് നേരെ പറഞ്ഞു കൊടുക്കാനൊന്നും കഴിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്ന പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ഉണ്ടാവണം.
ഇവിടെ മുമ്പ് ദർസുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഹാരപ്പൻ മോഹൻജദാരോ കാലത്തല്ല, ഇപ്പൊ അടുത്ത് തന്നെ. അത് വേഗത്തിൽ പുനഃസ്ഥാപിക്കണം. ഒരുപാട് ഖൈറാത്തുകൾക്കുള്ള അവസരമാണത്. ധാരാളം ആലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ വളരുമ്പോൾ പാവങ്ങളെ പരിഗണിക്കാനുള്ള ഒരു വഴി അതിലൂടെ നമുക്ക് കിട്ടും. ഒന്ന്, നമ്മുടെ ഭക്ഷണം കഴിച്ച മക്കൾ വളർന്ന് വലുതായി അവര് സംഘാടകരും അവർ വലിയ വാഇലിങ്ങളും മുദരിസുമാരൊക്കെ ആവുമ്പോൾ അവര് ചെയ്യുന്ന എല്ലാ ഇബാദത്തിന്റെയും ഒരംശം പ്രതിഫലം നമുക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് രണ്ടാമത്തെ ഉപദേശം. എന്ത്? എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക. എന്നാൽ നമ്മൾ നന്ദിയുള്ളവരാവും. അല്ലാ, ഞാൻ അങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ എന്ന് പരിഗണിക്കുക. ആർത്തി ഉണ്ടാവാത്ത ജീവിതം ഉണ്ടാവും. ആർത്തിയാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. ആർത്തി, എല്ലാവർക്കും ആർത്തിയാണ്. ശമ്പളം കൂടുതൽ കിട്ടണം, മറ്റേ കൂടുതൽ കിട്ടണം, ആർത്തിയാണ്. പേരും ആർത്തി. നമ്മൾ ഇപ്പോൾ ഈ ദുനിയാവിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ജനങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ആർത്തിയാണ്. എത്ര കിട്ടിയാലും മതിയാവില്ല. ഹിർസ് എന്നാണ് അതിന് പറയാ, അലച്ച. കാക്കന്റെ ഒരു സ്വഭാവമാണത്. കാക്ക വയറ് നിറച്ച് ഫുഡ് കഴിച്ചെന്ന് കരുതുക. എന്നിട്ട് മുപ്പര് പറന്നു പോകുന്ന സമയത്ത് ഒരു എലി ചത്തത് അവിടെ കാണുന്നാല് ഒന്ന് കൊത്തിയിട്ടേ പോകുള്ളൂ. ചില ആൾ അങ്ങനെയാണ്. ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ടയും പത്തലും എല്ലാം ഉണ്ടാവും. എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് ആമ്പക്കി ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് മുപ്പര് ചോദിക്കും പുഡിങ് ഇല്ലേന്ന്. അതും കഴിഞ്ഞാല് പത്തൊക്കെ ഇല്ലേന്ന് വേറെയും ചെയ്യും. അതെല്ലാം തിന്ന് പിരിശാക്കിയിട്ട് മുപ്പര് തളിക കൊണ്ടുപോകുമ്പോ ഒന്ന് വായിലിട്ടിട്ടേ പോകുള്ളൂ. അത് എല്ലാ വിഷയത്തിലും ആർത്തിയുണ്ട്, ഫുഡില് മാത്രമൊന്നുമല്ല. പിന്നെ നല്ല ഭാര്യ ഉണ്ടാവും, എന്നാലും വേറെ പെണ്ണിനെ നോക്കും. അത് വേറൊരു ആർത്തിയാണ്. അങ്ങനെ ആർത്തി നമുക്ക് ആർത്തി കൂടുതലാണ്. ഉദാഹരണത്തിന് ഉപ്പ ഗൾഫിൽ നിന്ന് കമ്പനിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്നു, ഉപ്പയുടെ ബോസോ സ്പോൺസറോ ആരോ ഒരു നല്ല ഫോൺ കൊടുത്തു എന്ന് വിചാരിക്കാം. ആ ഫോൺ ഉപ്പ കൊണ്ടുവന്നു. പെട്ടി പൊളിച്ച സമയത്ത് ഒരു പെട്ടി ചെറുത് കാണുന്നുണ്ട്. അപ്പൊ ഫോണാണ്. ഉപ്പാനോട് ചോദിച്ച് അതായിരിക്കാം, ആർക്കൊന്നൊന്നുമില്ല. അപ്പൊ നമ്മള് നേരത്തെ കരുതിയത് ഉപ്പ പതിവ് പോലെ വേറെ ആർക്കെങ്കിലും ഒക്കെ കൊണ്ടുവന്നായിരിക്കും എന്നാ കരുതിയത്. നമ്മുടെ ഫോണാണെങ്കിൽ 4 മാസേ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. നല്ല ഫ്രഷ് ആണെന്ന് തന്നെ പറയാം. അതുള്ളോണ്ട് തന്നെ ഒരു ഫോൺ ആവശ്യമില്ല. അപ്പോഴാണ് ഉപ്പ ഒരു പുതിയ ഫോൺ കൊണ്ടുവന്നത്. ഉപ്പാനോട് നമ്മള് പിറ്റേന്നും ആ പെട്ടി പൊളിക്കാതെ, ഫോണിന്റെ പെട്ടി പൊളിക്കാതെ അവിടെ വെച്ചപ്പോ നമ്മൾ ചോദിച്ചു, ഉപ്പ ഇതായിരിക്കുള്ളതാ? ആയിരിക്കുമെന്നൊന്നുമില്ല, എനിക്ക് 4-5 മക്കളുണ്ട്, 2 പെൺകുട്ടികളെ ഭർത്താക്കന്മാരും ഉണ്ട്, ആർക്കും വേണമെങ്കിലും എടുക്കുക, എനിക്ക് ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നിലപാട് എന്തായിരിക്കും? ആർക്കും വേണ്ടെങ്കിൽ. ഇത് എപ്പോഴാ ഈ സൂക്കട നമുക്ക് തീരുക? ഈ ആർത്തി എപ്പോഴാ തീരുക? ഇതെന്നാണ് തീരുക? അതാണ് ഹദീസിൽ വിശദീകരിച്ചു പറഞ്ഞു തരുന്നത്. മനുഷ്യന് പ്രായം കൂടുന്നതിനനുസരിച്ച് ആർത്തി ചെറുപ്പക്കാരനായിട്ട് വളരും. ആർത്തി നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് മഹാന്മാര് നമുക്ക് പാടിത്തന്നത്. എന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ പോകുന്ന വാഹനങ്ങളെ മുഴുവൻ എണ്ണീറ്റ് ലാസ്റ്റ് എനിക്ക് ഡാറ്റ തരണം കേട്ടോ. തരുമല്ലോ അല്ലേ? മോനെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണം. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആജിക്കന്മാരുടെ കൂടെയുള്ള നടത്തം ഒന്ന് കുറക്കുക. വലിയ പണക്കാരുടെ കൂടെയുള്ള നടത്തങ്ങൾ കുറക്കുക. എന്നിട്ട് എപ്പോഴും പാവങ്ങളെ പരിഗണിച്ച് ഇങ്ങനെ ജീവിക്കുക. ഇല്ലെങ്കിൽ അയാളുടെ വർത്തമാനത്തിൽ തന്നെ ഇങ്ങനെ വലിപ്പത്തരം വരും. ഞാൻ ഇന്നലെ പിന്നെ നാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ മനസ്സിൽ ആർത്തി വളർത്തും. വിശദ പഠനത്തിന് മനാഹിജുൽ അഖ്ലാഖുസ് സനിയ എന്ന ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ ശിഷ്യൻ എഴുതിയ ഗ്രന്ഥം പരിശോധിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3-ാമത്തെ ഉപദേശം, മോനെ അബൂദർറെ,
അൻ അസില റഹിമ വഇൻ അദ്ബറത്. എന്റെ ഹബീബായ തങ്ങൾ എന്നെ ഉപദേശിച്ചു, എന്നോട് വസിയത്ത് ചെയ്തു. എന്താ വസിയത്ത്? അൻ അസില റഹിമ വഇൻ അദ്ബറത്. മോനെ അബൂദർറെ, മോന് കുടുംബ ബന്ധം ചേർക്കണം. വഇൻ അദ്ബറത്, അവരെത്ര നമ്മളോട് ബന്ധം ഇല്ലെങ്കിലും ബന്ധം മുറിച്ചാലും മോനങ്ങോട്ട് പോയിട്ട് ബന്ധം ചേർക്കണം. ഓ, വല്ലാത്ത ഉപദേശമാണത്. കുടുംബ ബന്ധം ചേർക്കുന്നവരാവണം നമ്മൾ. ഉമ്മയുടെ സ്ഥാനത്താണ് ഉമ്മയുടെ ജ്യേഷ്ഠത്തെ അനുജത്തിമാർ, മൂത്തമ്മ ഇളയമ്മമാർ. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇളയമ്മ മൂത്തമ്മമാർ ഉമ്മാന്റെ സ്ഥാനത്താണ്, ഉപ്പയുടെ സ്ഥാനത്താണ് ഉപ്പയുടെ ജ്യേഷ്ഠനും അനുജനുമെല്ലാം. അവരെ പരിഗണിക്കണം. ആന്തിനാ മൂത്താപ്പ നമ്മളെ പെങ്ങളെ കല്യാണ വിഷയത്തിൽ ഇടപെടുന്നത്? എന്റെ കല്യാണം 2 മൂപ്പരാണല്ലോ മുടക്കിയത്, മൂപ്പരെന്തിനാ എല്ലാ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യം എന്ന ലിബറൽ ചിന്താഗതി അല്ല നമുക്കുണ്ടാവേണ്ടത്. കുടുംബ ബന്ധം ചേർക്കുന്നതിൽ നമ്മൾ വിജയിക്കണം. ഇല്ലെങ്കിൽ റജബിന്റെ 1-ാമത്തെ രാത്രിയല്ല, ബറാഅത്തിന്റെ രാത്രിയല്ല, റമദാൻ 27 രാത്രിയല്ല, ഏത് സമയത്ത് ദുആയിരുന്നാലും കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ സ്വീകരിക്കൂല. എന്ന് മാത്രല്ല, കുടുംബ ബന്ധം മുറിച്ച ഒരാൾ ഒരു സദസ്സിൽ ഉണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുആ തന്നെ സ്വീകരിക്കൂല. ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാതിഉ റഹിം. കുടുംബ ബന്ധം മുറിച്ച ഒരുത്തൻ ഒരു സഭയിൽ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുആ തന്നെ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇൽമിന്റെ മജ്ലിസൊക്കെ കഴിഞ്ഞ് ദുആ ചെയ്യാനിരിക്കുമ്പോൾ അവിടുന്ന് പറയാറുണ്ടത്രേ, ആരെങ്കിലും ഈ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം എന്ന് പറയും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബന്ധത്തിൽ ഒരു കുറവും നമ്മൾ വരുത്താൻ പാടില്ല. ബന്ധം ബന്ധം പോലെ ഉണ്ടാവണം. ജ്യേഷ്ഠന്മാരെ അനുജന്മാരെ നമ്മൾ പരിഗണിക്കണം. അനുജന്മാരെ നല്ലോണം സ്നേഹിക്കണം. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിന് വേണ്ടി മാത്രം ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അസ്നൽ മതാലിബ് ഫീ സുലത്തിൽ അർഹാമി വൽ അഖാരിബ് എന്നാണ് ആ കിതാബിന്റെ പേര്. അതിൽ വിശദീകരിക്കുന്ന കാണാം, ഒരു ജ്യേഷ്ഠൻ അനുജനെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, സ്നേഹമുള്ള ഉപ്പ മക്കളെ എങ്ങനെയാണോ പരിഗണിക്കുന്നത് ആ പരിഗണന തന്നെ ജ്യേഷ്ഠന്മാർ അനുജന്മാർക്ക് കൊടുക്കണം. അവരൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവരെ നമ്മൾ സഹായിക്കണം. അവരുടെ വിവാഹ നേരത്ത് അവരെ നമ്മൾ സഹായിക്കണം. നാട്ടുകാർക്ക് മുഴുവനും കലക്ഷൻ കൊടുത്തിട്ടും ഫണ്ട് കൊടുത്തിട്ടും നാട്ടുകാരെ മുമ്പിലും സ്റ്റേജിന്റെ മുമ്പിൽ നിന്നും വലിയ ആളാവുന്നതിന് പകരം കുടുംബക്കാരെ നമ്മൾ ആദ്യം പരിഗണിക്കണം. സൂഫിയാക്കളുടെ സ്വഭാവം വിശദീകരിക്കാനായി ഷഹറാനി ഇമാം എഴുതിയ ഒരു കിതാബുണ്ട്, ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ. ആ കിതാബിൽ സൂഫിയാക്കളുടെ ഒരു സ്വഭാവം വിശദീകരിക്കുന്നിടത്ത് പറയുന്നതാണ്, കുടുംബക്കാരെ പരിഗണിക്കാതെ സൂഫിയാക്കൾക്കും മഹാന്മാർക്കും സ്വതക്ക കൊണ്ടുവരുന്നവരുടെ സ്വതക്കയോ ഹദിയയോ അവര് സ്വീകരിക്കൂല. അവര് ചോദിക്കും, നീ അനുജന് കൊടുത്തോ, ജ്യേഷ്ഠന്മാർക്ക് കൊടുത്തോ, നിന്റെ മൂത്തമാക്കോ ഇളയമാക്കോ അയൽവാസികൾക്കും കൊടുത്തോ? ഇല്ലല്ലോ. നിന്റെ ഒരു ഫണ്ടും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഫണ്ട് തിരിച്ചയക്കുന്നത് സൂഫിയാക്കളുടെ ഒരു സ്വഭാവമാണത്ര. ഇസ്ലാമിൽ കുടുംബത്തിന് വലിയ പ്രാധാന്യമാണ്. കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ ഇനി ഇജാബത്തില്ല. അയാളുള്ള സദസ്സിൽ അല്ലാഹു ഇജാബത്ത് നൽകുകയില്ല. ഒരു പെങ്ങളെ പരിഗണിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഓള് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, ഓളുടെ ഭർത്താവ് നല്ല സാമ്പത്തികമായി കഴിവുണ്ടല്ലോ, അതൊന്നും നമ്മൾ നോക്കരുത്. മൻ ഖതഅ റജാഅ മൻ ഇർതജാഉ ഖതഅ അല്ലാഹു റജാഅ യൗമൽ ഖിയാമ. നമ്മളെ പെങ്ങള് നമ്മളടുത്ത് എന്തൊക്കെയോ പരിഗണന പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് എന്റെ അനുജൻ, എന്റെ ജ്യേഷ്ഠൻ ഇടക്കിടക്ക് എന്റെ അടുത്തേക്ക് വരും എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കിട്ടണില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നൊന്നും ആഖിറത്തിൽ അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടൂല എന്നാ ഈ ഹദീസ് പറയണത്. പ്രതീക്ഷിക്കുന്നവരുടെ പ്രതീക്ഷ നമ്മൾ കെടുത്തിക്കളഞ്ഞാൽ ആഖിറത്തിൽ എന്ത് പ്രതീക്ഷയോടെയാണോ നമ്മൾ പോയത് അതൊന്നും നമുക്ക് കിട്ടൂല. പെങ്ങന്മാരെ പരിഗണിക്കണം,
ഇളയമ മൂത്തമ്മമാരെ പരിഗണിക്കണം, ജ്യേഷ്ഠന്മാരെയും അനുജന്മാരെയും പരിഗണിക്കണം. ആദ്യം സ്വതക്ക കൊടുക്കേണ്ടത്, ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് സ്വന്തം കുടുംബത്തെയാണ്. അതുകൊണ്ടല്ലേ കുടുംബത്തിന് സ്വതക്ക കൊടുത്താൽ സാധാരണ പുറത്തുള്ളവർക്ക് സ്വതക്ക കൊടുക്കണതിനേക്കാൾ കൂലിയുണ്ടെന്ന് മഹാന്മാരെ എഴുതി വെച്ചത്. ഒരാൾക്ക് നമ്മൾ സ്വതക്ക കൊടുത്താൽ അയാൾ രോഗമൊന്നും ഇല്ലാത്ത ആളാണ്, അയാൾക്ക് നമ്മൾ ഒരു 10 രൂപ കൊടുത്താൽ അതിന് 10 ഇരട്ടി കൂലിയാ, 100 രൂപ കൊടുത്ത കൂലിയാ. രോഗമുള്ള ആളെയാണ് പരിഗണിക്കണമെങ്കിൽ 70 ഇരട്ടി കൂലി കിട്ടും, 70 ഇരട്ടി കൂലി കിട്ടും. എന്നാൽ കുടുംബക്കാർക്ക് സ്വതക്ക കൊടുത്താലോ കണ്ടോ, അതിന്റെ കൂലി മാറി, എന്റെ ലെവലേ അങ്ങ് മാറും. അതിന് 10 അല്ല 70 അല്ല 900 ഇരട്ടി പ്രതിഫലം കിട്ടും. മഹാന്മാര് കിതാബിൽ എഴുതി വെക്കുന്നതാണ്. കുടുംബത്തെ നമ്മൾ പരിഗണിക്കണം. അവർ നമ്മളോട് ബന്ധം പുലർത്തട്ടെ പുലർത്താതിരിക്കട്ടെ, കുടുംബത്തെ നമ്മൾ പരിഗണിക്കണം. ഭാര്യ, മക്കള്, വീട്, നാട് ഒക്കെ നമ്മൾ പരിഗണിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രായമുള്ള ഒരാളെ കണ്ടു. അവിടെ വെച്ച് മഹാനവർകൾ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി അയാളെ നന്നായി പരിഗണിച്ച് ബഹുമാനിച്ച് തൻ്റെ തലപ്പാവ് അവർ കോരിക്കൊടുത്തു. താൻ ഇതുവരെ സഞ്ചരിച്ച ആ വാഹനം അവർക്ക് ഹദിയയായിട്ട് കൊടുത്തു. ഇത് കണ്ടപ്പോൾ കൂടുള്ള ആൾക്കാര് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, ഇത്രമാത്രം പരിഗണിക്കപ്പെടാൻ ഇവരാരാ? ഇനി അഥവാ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വേറെയും തലപ്പാവുണ്ട്, കുതിരയുണ്ട്, വാഹനങ്ങളും ഉണ്ട്, അത് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനവും തലപ്പാവും തന്നെ കൊടുക്കാനുള്ള കാരണം എന്താ? അപ്പൊ ചില്ലറക്കാരനല്ല, ആരാണത്? അതിന് കൊടുത്ത മറുപടി കേട്ടോളൂ, അത് സാധാരണക്കാരനൊന്നുമല്ല, ചില്ലറക്കാരനല്ല. പിന്നെ ആരാ? അത് എൻ്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ്. ഉപ്പാന്റെ സുഹൃത്തുക്കളെ പരിഗണിക്കുന്നത് ഉപ്പാനെ പരിഗണിക്കുന്നതിന് തുല്യമാണ്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചെന്ന ഹദീസാണെന്ന മഹാനവറുകൾ പഠിപ്പിച്ചിരുന്നത്. പണ്ട് കാലത്ത് ഉമ്മയും ഉപ്പയും ഒക്കെ ജീവിച്ചിരിപ്പുള്ള കാലത്ത് വീട്ടിന്റെ വാതിൽക്കലിൽ വരുന്ന ഈ പാവങ്ങളെ സാധാരണ എല്ലാവർക്കും 10 രൂപയൊക്കെ കൊടുത്ത് തിരിച്ചയക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര അയക്കുമ്പോൾ ഇവരെ പ്രത്യേകം പരിഗണിക്കാറുണ്ട്. അന്ന് തന്നെ, ആ പണ്ട് കാലത്ത് തന്നെ ഉപ്പ ഹാജിയാര് ഇവര് വന്ന 100 രൂപ കൊടുക്കാറുണ്ട്. എങ്കിൽ ഉമ്മാന്റെ മരണത്തിന് ശേഷവും ഇവരോ ഇവരുടെ മക്കളോ വന്നാൽ അവരെ കൂടുതൽ പരിഗണിക്കണം. അത് ഉപ്പാനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. മരിച്ചുപോയ ഉപ്പാക്ക് യാസീനോദലും മാത്രമല്ല സ്നേഹം, പിന്നെ ഉപ്പാന്റെ കുടുംബക്കാരെയും ഉമ്മയുടെ കുടുംബക്കാരെയും അവരുടെ മരണശേഷം പരിഗണിക്കുന്നത് അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വിഷയം ഏറ്റവും നന്നായി വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെ ഉണ്ടല്ലോ, ഹാഫിള് ഇബ്നുൽ ജൗസിയുടെ ബിർറുൽ വാലിദൈനി എന്ന കിതാബ് കാണാം. ബന്ധം അത് ഏറ്റവും പ്രധാനമാണ്. പലപ്പോഴും നമ്മളിൽ സുന്നത്തുകൾ കൂടിയിട്ട് ഫർള് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പേടിക്കണം. അതുകൊണ്ടാണല്ലോ ചിലരുടെ സിയാറത്തൊക്കെ കാണുന്നില്ലേ, താത്താമാര് ഉറൂസിനും സിയാറത്തിനൊക്കെ പോകും, അജ്മീറും നാഗൂറും മുത്തുപൊട്ടയൊക്കെ പോകും, ചിലപ്പോൾ ഉംറക്കും പോകും. സുന്നത്തായ യാത്രയിൽ മെഹറം ഉണ്ടാവില്ല. ആരെ പറ്റിച്ചിട്ട് ഇങ്ങനെ പോണത്? ഇയാള് മെഹറമാന്ന് വേറെ എവിടെങ്കിലൊക്കെ പറ്റിച്ചിട്ട് പറയാ ഇതാരടുത്തായി ഇപ്പൊ പോണത്. സുന്നത്തായ യാത്രയിൽ മെഹറമില്ലാതെ പോക്ക് പച്ച ഹറാമല്ലേ സ്ത്രീകൾക്ക്? മക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത് ഇഹ്റാം കെട്ടാൻ പറ്റുന്ന സ്ഥലമാണ് തൻഈം, മസ്ജിദ് ആയിഷ പള്ളി ഇഹ്റാം കെട്ടി, ആയിഷ ബീവി ഇഹ്റാം കെട്ടിയ സ്ഥലം, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊന്ന സ്ഥലം. അവിടത്തേക്ക് ആയിഷ ബീവി പോകുമ്പോൾ കുറച്ചേ പോകാനുള്ളൂ ആകപ്പാടെ. സഹോദരൻ അബ്ദുറഹ്മാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചത് എന്തിനാ? മെഹറം ഉണ്ടാവണം. മക്കക്കാരിയായ പെണ്ണിന് തന്നെ
ആ ഹില്ലിൽ പോയിട്ട് ഇഹ്റാം കെട്ടണമെങ്കിൽ അങ്ങനെയാണ് നിയമെങ്കിൽ നമുക്ക് പിന്നെ പറയാനുണ്ടോ? ശരിക്കും ശ്രദ്ധിക്കണം. മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ. ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, അയാൾ താൻ തോന്നിയാണ്, അയാൾക്ക് ഇഷ്ടം പോലെ അയാൾ നിയമങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം തന്നെ ഇബ്നു അത്താ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കസറത്തുൻ നവാഫിൽ, പെരും സുന്നത്തായിരിക്കും. ബിലാ ഫർളിൻ, അയാൾക്ക് ഫർളുണ്ടാവില്ല. ഫർളായി പരിഗണിക്കേണ്ട എന്തെല്ലാമുണ്ട്. വാപ്പ ഉണ്ടാവില്ല, വാപ്പനെയും ഉമ്മനെയും പരിഗണിക്കൂല, എന്നിട്ട് നാട്ടുകാർക്ക് സേവനം. അതല്ല, നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും ഭാര്യക്കും മക്കൾക്കും ഒന്നും നമ്മളെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാവില്ല. ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് നമ്മൾ ഭാര്യ പറയാണ്, ഇത് ഒരു ഉസ്താദും തങ്ങളൊന്നും ആവണമെന്നില്ല, ഒരു നല്ല മനുഷ്യനെ കൊണ്ട് ഈ ഒരു കുപ്പി വെള്ളം വന്നിരിപ്പിച്ച് തരുമോയെന്ന് ചോദിച്ചാൽ തന്നെ അർത്ഥം മനസ്സിലാക്കുക, നിങ്ങൾ അതിന് പറ്റൂല, നിങ്ങളെ സുബീക്ക് എത്ര കേണിക്കലെന്ന് എനിക്കറിയാം. ആദ്യം റാങ്ക് വാങ്ങേണ്ടത് അവിടെ, ചാരിറ്റി ബിഗൻസ് അറ്റ് ഹോം. അവിടുന്ന് വാങ്ങണം റാങ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി. ഒരാൾ ഏറ്റവും നല്ല ആളാവുന്നത് എപ്പോഴാ? അയാളുടെ കുടുംബത്തിൽ ഖൈറാവുമ്പോഴാണ്. ഇത് പറഞ്ഞിട്ട് നിർത്തല്ല തങ്ങൾ, ഉടനെ തന്നെ തങ്ങൾ പറഞ്ഞു, വഅന ഖിയാറുക്കും ലിഅഹ്ലി. പോയി ചോദിച്ചു നോക്കൂ മോനെ, ഞാൻ എങ്ങനെയാ വീട്ടിലെന്ന് പോയി ചോദിച്ചു നോക്കൂ. ആയിഷ ബീവിയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീവി കരഞ്ഞു പോകും. പണ്ട് തങ്ങളുടെ ആ സേവനങ്ങളും സ്നേഹവും കണ്ടിട്ടുള്ള ഓർമ്മകളുള്ള ആ കാലം ഓർത്തെടുക്കുമ്പോൾ ആയിഷ ബീവി കരയും. എനിക്ക് ആട് കറന്നു തരും, ആടിന്റെ പാലിങ്ങനെ കറന്നു തരും. എന്നിട്ട് ഞാൻ കുടിച്ച ആ ഗ്ലാസിന്റെ അതേ സ്പേസിൽ നിന്ന് എന്റെ ചുണ്ട് വെച്ച സ്ഥലം കിട്ടാൻ വേണ്ടി തങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ആ ഗ്ലാസ് വാങ്ങിയിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് ബാക്കി കുടിക്കും. ഞാനൊരു മാംസ കഷ്ണം കടിച്ചാൽ എന്റെ 4 പല്ല് എവിടെയാണോ ടച്ച് ചെയ്തത് ആ സ്ഥലം കിട്ടാൻ വേണ്ടി അത് ബാക്കി എടുത്തിട്ട് അത് കടിച്ചു തിന്നു. ഞാൻ എവിടെയെങ്കിലും ഇരുന്നാൽ എന്നെ ചാരി ഇരുന്നിട്ടാണ് അവിടുന്ന് ഖുർആൻ ഓതാറ്. ലോകം മുഴുവനും സഞ്ചരിച്ച് അഖിലാണ്ട ലോകം മുഴുവനും കണ്ട്, ഏഴാനാകാശവും അർശും ലൗഹുൽ കുർസിയും സർവ്വതും കണ്ട്, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, എല്ലാ വൈജ്ഞാനിക ലോകവും കീഴടക്കി, ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, എല്ലാ നബിമാരുടെയും മുകളിൽ എത്തിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്താണ് പണ്ടെന്നോ വഫാത്തായ ഒരു പെണ്ണുങ്ങളല്ലേ ഖദീജ ബീവി, എന്തിനായി പറഞ്ഞുകൊണ്ടിരിക്കണത് എൻ്റെ ഖദീജ ഇങ്ങനെ, എൻ്റെ ഖദീജ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്? അതിന് തങ്ങളെ മറുപടി എന്താ? ഏഴാനാകാശത്തിൻ്റെ അപ്പുറത്തും പോയി സർവ്വതും കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് തങ്ങളെ മറുപടി എന്താണെന്നറിയോ? ഇന്നി റുസിഖ്തു ഹുബ്ബഹാ. ഖദീജാനോടുള്ള പ്രേമൻ ആര് പറഞ്ഞാലും ഡിലീറ്റ് ആവില്ല, അതെൻ്റെ തലയിൽ കയറിപ്പോയി. കേട്ടോ, സ്റ്റാറ്റസിലെ ഹാഫ് ബെറ്റർ അല്ല, ഹൃദയത്തിലെ സ്നേഹം അത് നമുക്കുണ്ടാവണം. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഷുറാഹ് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ആള് ഭാര്യയോട് മക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ഓപ്പോസിറ്റ് ഇല്ലേ? എന്താ ഓപ്പോസിറ്റ്? ഏറ്റവും മോശമായ ആൾ ആരാണ്? അതാരാ? ഭാര്യനോട് മര്യാദയ്ക്ക് പെരുമാറൂല. അതേസമയത്ത് സ്കൂളിലെ സ്റ്റാഫ്, കമ്പനിയിലെ സ്റ്റാഫൊക്കെ ഉണ്ടാവില്ലേ, ലേഡി സ്റ്റാഫ്, അവരോടൊക്കെ എമ്മാതിരി കിന്നാര വർത്താന, എപ്പോഴാണ് ടീച്ചർ വന്നത്, ശരി. ആ സമയത്ത് ഭാര്യ ഫോൺ വിളിച്ച്, ഡ്യൂട്ടി സമയത്ത് വിളിക്കരുതെന്ന് പറഞ്ഞ ശൈത്താനെ. കണ്ടോ, ഭാര്യയോട് മൂപ്പര് മര്യാദയ്ക്ക് പെരുമാറൂല. ബാക്കി ആരെല്ലാം അജ്നബിയത്തായ സ്ത്രീകളുണ്ടോ അവരോടൊക്കെ തന്നെ കിന്നാരം. ഇവനാണ് ശർറുൽ ഖൽഖ്, ഏറ്റവും മോശമായ മനുഷ്യൻ. അപ്പൊ നമ്മുടെ ബന്ധം അടിപൊളി ബന്ധമാണ്. അവിടെ നമ്മൾ ഇസ്ലാം പ്രോജ്വലിച്ച് നിൽക്കേണ്ടത്. തെറ്റ് ചെയ്തു പോയ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്തു പോയ ആളോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചോദിച്ചല്ലോ, ഉപ്പുണ്ടോ, ഉമ്മണ്ടോ? ഇല്ല. ഉമ്മയുടെ സഹോദരി ഉണ്ടോ, കുടുംബക്കാരുണ്ടോ? എന്തിനാ ചോദിച്ചത്? അവർക്ക് സേവനം ചെയ്യൂ, തെറ്റുകൾ പൊറുപ്പിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ബന്ധത്തിൽ നമ്മൾക്ക് ഒരു കുറവും വരാൻ പാടില്ല. 100% അതിൽ മാർക്ക് നമുക്ക് കിട്ടണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കണില്ല, സമയം അവസാനിക്കുക. നിങ്ങൾ നോക്കൂ, യഹ്യൽ ബർമാക്കി റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ മകനും മഹാനും
അബ്ബാസിയ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. യഹ്യൽ ബർമാക്കി തങ്ങൾ എന്ന മഹാന് തണുത്ത വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റൂല. വെള്ളം ഉപയോഗിച്ചാൽ ശരീരത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ജയിലിന്റെ അകത്തളത്തിലാണെങ്കിൽ വെള്ളം കിട്ടാൻ, ചുടുവെള്ളം കിട്ടാൻ വകുപ്പ് ഇല്ല. യഹ്യ അൽ ബർമാക്കി എന്ന മഹാന്റെ മകൻ ഫളിൽ എന്ന മോന് അവിടെയുള്ള വാർഡനോട് വെള്ളം ചൂടാക്കാനുള്ള വകുപ്പ് അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, ഇത് ജയിലാണല്ലോ, ഒരു വകുപ്പില്ല എന്ന് പറഞ്ഞു. രാത്രി തഹജ്ജുദിന് വാപ്പ ഉണർന്നാൽ വെള്ളം കൊടുക്കണമല്ലോ, അത് തണുത്ത വെള്ളം പറ്റൂല, നല്ല തണുപ്പുള്ള പ്രദേശമാണ്. എന്ത് ചെയ്യും? അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ അടുത്ത് ഈ വെള്ളം അടുത്ത് വെച്ച് കുറേ നേരം വെച്ചു. എന്നിട്ട് ചൂടാക്കിയിട്ട് കൊടുത്തു. ചൂടാവൊന്നും ചെയ്യില്ല. ആ വിളക്ക് കൊണ്ട് എങ്ങനെ ഈ വെള്ളം ചൂടാവുക? ആ വിളക്ക് ഇതിന്റെ താഴെയൊന്നും വെക്കാൻ പറ്റൂലല്ലോ. ഇതിന്റെ തണുപ്പ് പോയി എന്ന് പറയാം. ഇത് ആ ജയിൽ വാർഡൻ കണ്ടപ്പോൾ തടഞ്ഞു. ഇനി അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് സുഖിക്കാനൊന്നല്ല ഇവിടെ വന്നേക്കണം. പിറ്റേന്ന് യഹ്യൽ ബർമാക്കി തങ്ങളെന്ന വാപ്പാക്ക് വെള്ളം ചൂടാക്കാൻ വകുപ്പില്ലെന്ന് കണ്ടപ്പോൾ ഫളിൽ എന്ന് പറയുന്ന മോൻ എന്താ ചെയ്തേക്കെന്നറിയോ? മോൻ ചെയ്തേക്കണത് ആ വെള്ളത്തിന്റെ പാത്രം അവിടെ വെച്ചിട്ട് തന്റെ വയറിനെ ചേർത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുനിഞ്ഞിരുന്നു. ഏകദേശം രാവിലെ വരെ ദീർഘനേരം, മണിക്കൂറുകളോളം ഇരുന്ന്. എന്തിന്? ജീവനുള്ള എൻ്റെ ശരീരത്തിന് ഒരു ചൂടുണ്ടാവും. ആ ചൂട് ഇതിന് തട്ടിയിട്ട് അതിൻ്റെ തണുപ്പൊന്ന് കുറയണം. വെള്ളം ചൂടാവൊന്നും ചെയ്യില്ല, എന്നാലും എൻ്റെ വാപ്പാക്ക് പ്രയാസമാവരുത്. കേട്ട് പഠിക്കും മക്കളെ. ഇതൊക്കെ ഗൾഫിൽ നിന്ന് റിട്ടയർഡായിട്ടോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ടോ നാട്ടിൽ വാപ്പ എത്തുമ്പോഴേക്കും ഉമ്മയും മക്കളും ചർച്ച. എന്ത് ചർച്ച? കല്യാണത്തിൻ്റെയോ മറ്റോ ഒക്കെ. വാപ്പ നിസ്കരിച്ചിട്ട് വരുമ്പോക്ക് വാപ്പ വരുന്നുണ്ട്, നമുക്ക് ബാക്കി പിന്നെ ചർച്ച ചെയ്യാമെന്ന്. എത്ര വിഷമമുണ്ടാവുക മനുഷ്യന്. ഉമ്മാനെ പരിഗണിക്കണം എന്ന് മാത്രമൊന്നും അല്ല ഇസ്ലാം പറയണത്. പിന്നെ ഇസ്ലാമിലുള്ള ആയത്തും ഹദീസും ചരിത്രങ്ങളൊക്കെ കൂടുതൽ ഉമ്മയുമായി റിലേറ്റഡ് ആയി വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഉപ്പ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് നമ്മൾ കാണുന്നുണ്ട്, അധ്വാനിക്കുന്നത് കാണുന്നുണ്ട്. ഗൾഫിലേക്ക് പോണതാണെങ്കിലും നാട്ടിൽ നിന്ന് രാവിലെ എണീറ്റിട്ട് പോയി കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാണുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഉമ്മ കഷ്ടപ്പെട്ട പ്രധാന 3 കഷ്ടപ്പാടുകൾ: 1 ഗർഭം ചുമക്കൽ, 2 പ്രസവിക്കൽ, 3 മുലയൂട്ടൽ. ഇത് നമുക്ക് കാണാത്ത, പക്വതയില്ലാത്ത കാലത്തുള്ളതാ. അതുകൊണ്ടാ 3 വട്ടം ഉമ്മുക്ക 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 എന്ന് പറയണ തന്നെ. ഉപ്പ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് നമ്മൾ എത്ര കണ്ടിന് അതിനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. അത് കണ്ടാൽ തന്നെ സമജിന വാല ഇഷാറത്ത് കാഫി ഹേ, കാണുന്നവർക്ക് ഇതുപോലെ നീ പറഞ്ഞുകൊണ്ടിരിക്കണോ? അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഉമ്മാനെ കുറിച്ച് കൂടുതൽ പറയണത്. അല്ലാതെ ഉപ്പാനെ പരിഗണിക്കണ്ട എന്നുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയണ്ടല്ലോ, ഉപ്പാനെ കുറിച്ചൊക്കെ നന്നായി ഉമ്മ പറഞ്ഞു കൊടുക്കണം. പരിഗണിക്കേണ്ടവരെയും ബഹുമാനിക്കേണ്ടവരെയും ഒക്കെ നന്നായി പറഞ്ഞു കൊടുക്കണം. ഉപ്പ പറഞ്ഞു കൊടുക്കണം ഉമ്മാനോടുള്ള പരിഗണന, ഉമ്മ പറഞ്ഞു കൊടുക്കണം ഉപ്പാനെ കുറിച്ചുള്ള പരിഗണന. ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കണം എന്നുള്ളത് ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മൂത്തമ്മാനെ നല്ലോണം നോക്കണം മോനെ. പണ്ടൊക്കെ ഉമ്മാക്ക് അസുഖമായ കാലത്തും നിന്നെ പ്രസവിക്കുന്ന കാലത്തൊക്കെ എല്ലാ കഷ്ടപ്പാടും സഹിച്ചിട്ട് മൂത്തമ്മയാണ് നമ്മളെ അരിച്ചു കുറുക്കിയെടുത്തത് എന്ന് നമ്മൾക്ക് ഉമ്മ പറഞ്ഞു തരണം. പലപ്പോഴും നമ്മളെ നാട്ടിൽ തിരിച്ചാ സംഭവിക്കണത്. കല്യാണം കഴിച്ചിട്ട് ഭാര്യനെയും കൂട്ടിയിട്ട് മൂത്തമ്മാന്റെ അടുത്ത് ഇളയമ്മാന്റെ അടുത്തേക്ക് പോകുമ്പോ എവിടാ മൂത്തമ്മാന്റെ അടുത്താ പോയിട്ട് അങ്ങനെ വലിയ സംഭവമാക്കിയിട്ട് വലിയ കെട്ടൊന്നും വാങ്ങേണ്ട, ചെറിയ എന്തെങ്കിലും 10 നേന്ത്രപ്പഴമായിട്ട് വാങ്ങിയിട്ട് ഇനി പോയിട്ട് വേഗം വരും വേണം കേട്ടോ. കാരണം മൂത്തമ്മക്ക് ഒരാളെ കിട്ടിയാൽ പിന്നെ ഗീബത്തും നമീമത്തും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, സൂക്ഷ്മത ഇല്ലാത്ത ആളാണ്. അപ്പൊ ഈ പറയുന്ന പെണ്ണെങ്കിൽ ഇപ്പൊ എന്താ ചെല്ലുന്ന തലയിൽ കയറാത്ത എന്താ ഇപ്പൊ ചെല്ലുന്ന ഗീബത്തല്ലേ? ബന്ധങ്ങളിൽ കുറവ് വരുത്തല്ല നമ്മൾ വേണ്ടത്, ബന്ധങ്ങളിൽ കട്ടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക വേണ്ടത്. അതാ വേണ്ടത്.
നല്ല ബന്ധം പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. ഈ കല്യാണം കഴിച്ച് 2 മാസമായില്ലേ, ഒന്ന് ഉമ്മാമ്മനെ കാണാൻ പോയാ, ഇളയമ്മൻ്റെ അടുത്ത് പോയാ, എന്ത് മനുഷ്യനാണ്, ഭയങ്കര സുന്നത്തമായിട്ടാണല്ലോ. ബന്ധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ബന്ധങ്ങളില്ലെങ്കിൽ എന്ത് ഇസ്ലാമുള്ളത് ഒരാൾക്ക്? ഇസ്ലാമിൽ ഏറ്റവും പ്രധാനം അതാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണമെങ്കിൽ ഉപ്പനെയും ഉമ്മനെയും പരിഗണിക്കണം, കുടുംബത്തെ പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന 4ാമത്തെ ഉപദേശം അൻ അഖൂല ബിൽ ഹഖ് വ ഇൻ കാന മുറാ. മോനെ അബൂദർറെ, സത്യം മാത്രം പറയണം. ചിലപ്പോൾ ആ സത്യം പറഞ്ഞാൽ, മീറ്റിങ്ങിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു സഭയിൽ പറഞ്ഞാൽ നിന്നെ ആൾക്കാർ അംഗീകരിക്കൂല, ഇഷ്ടക്കുറവുണ്ടാവും. അങ്ങനെയുണ്ട്. ഒരു സ്ഥലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട 2 ഉസ്താദുമാർ പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടു. ആ സ്ഥലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നിട്ടാണ് നടക്കുന്നതും ഇരിക്കുന്നതെല്ലാം. വയലിന്റെ സദസ്സിൽ പിന്നെന്തിനാ വയൽ സംഘടിപ്പിച്ചത്? ചില ഉറൂസ് പരിപാടിക്കൊക്കെ കാണാം. അവർക്ക് എന്തെങ്കിലും 2 പരിപാടിയും 3 പൊരിയും 4 അലുവയും ഉണ്ടാവണമെന്നേ ഉള്ളൂ. ആ കമ്മിറ്റിക്ക് ഒരു അജണ്ടയും ഉണ്ടാവില്ല. പിന്നെ ആ കമ്മിറ്റി ഏറ്റവും നല്ല കമ്മിറ്റി ആവണത് എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ കൊല്ലം 16 പോത്തിനെയാണ് അറുത്തത്, ഈ കൊല്ലം 18 പോത്തിനെ അറുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസിഡന്റ് ഇനി 36 കൊല്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെ നാട്ടിലൊരു സൂക്കടയും ഒരു പള്ളി കമ്മിറ്റിയുടെയും മദ്രസ കമ്മിറ്റിയുടെയും സ്ഥാപനത്തിന്റെ കമ്മിറ്റിയുടെ ഒക്കെ ഉത്തരവാദിത്തം എന്താ? മൂത്രച്ചോളിയിലെ പാട്ട പൈപ്പിന് കെട്ടിയിടാം, പാട്ടോണ്ട് പോകുന്ന ചെരുപ്പ് ത്രികോണാകൃതിയിൽ മുറിക്കുകയും ചെയ്യാം. ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയാലോ? 2 കൊല്ലം മൂപ്പര് കമ്മിറ്റി ഭാരവാഹി ആയിട്ട് മൂപ്പര് ചെയ്ത സേവനം അല്ല. പിന്നെ എന്താ വേണ്ടതെന്നറിയോ? ഈ നാട്ടിൽ നിന്ന് 10 കൊല്ലത്തിനുള്ളിൽ എത്ര PSC എഴുതുന്നവരുണ്ടാവണം, BDSും FAMD ഒക്കെ പഠിക്കുന്ന, MBBS ഒക്കെ പഠിക്കുന്ന എത്ര മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടാവണം, BTechും മറ്റൊക്കെ പഠിക്കുന്ന എഞ്ചിനീയേഴ്സ് എത്ര വേണം, ആലിമീങ്ങൾ എത്ര സഖാഫിമാരുണ്ടാവണം. ഈ അജണ്ട നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്ക് രാവിലെയും രാത്രിയല്ലേ മദ്രസയിൽ സ്ഥാപനം ആവശ്യമുള്ളൂ. ഈ പകൽ എന്തിനെങ്കിലുമൊക്കെ ഖൈറിന് ചെലവാക്കി കൂടെ? മാസത്തിൽ ഒരു വനിതാ ക്ലാസ് മാത്രം സംഘടിപ്പിച്ചാൽ മതിയോ? എത്ര പാവങ്ങൾ തന്ന സുന്നി സെന്ററിന്റെ പൈസക്ക നമ്മൾ ഈ സ്ഥാപനങ്ങൾക്ക് എടുക്കുന്നത്? എന്താ നമ്മൾ അതിന് മുതലെടുക്കുന്നത്? നമുക്ക് അതിനൊന്നും മെനക്കെടാൻ സമയമില്ല. നമുക്ക് ബ്രാക്കറ്റിൽ ഞാനാ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അത് പോരാ. സംഘടനാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് പണിയെടുക്കണം. നേരത്തെ ജാഫർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിച്ചില്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ ദീൻ വളർത്തി തന്നത്. ഇപ്പോഴും കാണുന്നില്ലേ പ്രിയപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. പണ്ട്, ഇപ്പോൾ റൈഹാൻ വാലി എന്ന് പറയുന്ന പഴയ കാലത്ത് തുർക്കിയ യത്തീംഖാന എന്നറിയപ്പെട്ട ആ സ്ഥാപനത്തിൽ നിന്ന് ആയിരക്കണക്കിന് മക്കളല്ലേ പഠിച്ച് വളർന്ന് വലിയ പ്രതിഭാശാലികളായത്. അന്ന് പഠിച്ച മക്കളിൽ ഇപ്പോൾ വലിയ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, സഖാഫികരായ മുദരിസുമാരുണ്ട്, ആലിമീങ്ങളുണ്ട്, ധാരാളം പേരുണ്ട്. അവരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു തവണ സുൽത്താനുൽ ഉലമ ഉസ്താദ് പറഞ്ഞത്രേ, അന്ന് നിങ്ങൾക്ക് വെള്ള ഡ്രസ്സ് ആണല്ലോ തന്നത്. ആ വെള്ള ഡ്രസ്സ് തരുമ്പോൾ അന്നത്തെ ഏറ്റവും മുന്തിയ തുണി വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് അടിച്ചു തന്നത്. അന്നത്തെ ഏറ്റവും മുന്തിയ കേട്ടിത്തുണിയൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സായി തന്നത്. സുൽത്താൻ പറഞ്ഞപ്പോൾ ഇന്നത്തെ പ്രതിഭകൾ കരഞ്ഞു പോവുകയാണ്. എന്ത്? റിയാദിൽ ഉസ്താദ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 89-ന്റെ അനിവാര്യമായ ചില സാഹചര്യങ്ങളിൽ ഉണ്ടായ പിളർപ്പുണ്ടാവുന്നു, പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. ഉസ്താദ് കൂക്കി വിളിക്കപ്പെടുന്നു, ഉസ്താദ് പ്രഹരമേൽക്കേണ്ടി വരുന്നു, ഉസ്താദ് പ്രതിസന്ധികളുടെ മുൾമുനയിലൂടെ നടക്കുന്നു. അപ്പോഴെല്ലാം തുർക്കിയ യത്തീംഖാനയിലെ മക്കൾക്ക് അബുൽ ഐത്താം ഉപ്പ വരുമ്പോൾ സന്തോഷം തന്നെ. ഉസ്താദ് അനുഭവിച്ച ഒരു കല്ലേറും ഒരു പ്രതിസന്ധിയും ഈ യത്തീം മക്കളെ ഉസ്താദ് അറിയിച്ചിട്ടില്ല. എന്താ ഉസ്താദിന് ഈ ഇസ്സത്ത്? മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരിക കൂട്ടാന്. ഏതെങ്കിലും ഒരു സഖാഫിന്റെ ബാച്ചിന്റെ NGO ഗവൺമെന്റ് അല്ല ഉസ്താദിനെ ആദരിക്കണത്. പിന്നെ ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ഉസ്താദിന് ഒഫീഷ്യലി ഫ്ലൈറ്റ് അയക്കുക, കൂട്ടിപ്പോവുക. എങ്ങനെ ഉസ്താദിന് ഈ ഇസ്സത്ത് ദുനിയാവൊന്നും കിട്ടാതിരിക്കുക? ഈ പാവങ്ങളെ മുഴുവനും പരിഗണിച്ച് ജീവിച്ചിട്ടാണ്.
ജോലിയില്ലാത്തവർക്ക് അഡ്നോക്കിലും അല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവർക്ക് എന്തെല്ലാം പരിഹാരങ്ങൾ അവിടുന്ന് നൽകിയേക്കണത്. ആ കാലത്ത് ഏറ്റവും പ്രതിസന്ധിയുള്ള കാലത്ത് പോലും നിങ്ങൾക്കൊരു വിഷമവും ഇല്ലാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ വളർത്തിയിട്ടുണ്ട് എന്നാ ഉസ്താദ് പറയണത് ഈ യതീം മക്കളോട്. കേട്ടോ, കണ്ടങ്ങള് നമ്മളൊക്കെ സംഘടനാ പ്രവർത്തകരായിട്ട് നടക്കുന്നു എന്നല്ലാതെ നമ്മളെന്താ മെനക്കിടുന്നത്? നീ മീറ്റിങ്ങിന് പോയോ? ഇല്ല. എന്തുകൊണ്ട്? മീറ്റിംഗ് പോകാൻ വണ്ടിയുണ്ട്, തിരിച്ചു വരാൻ വണ്ടിയില്ല. ഇവന്റെ ദീർഘവീക്ഷണം നോക്കിയേ. ഇവനെ സംസ്ഥാന സെക്രട്ടറി ആക്കേണ്ട സമയമായിരുന്നു. ഇവന്റെ ദീർഘവീക്ഷണം. അങ്ങോട്ട് മുജമ്മയിൽ മീറ്റിങ്ങിന് പോകാൻ കഴിയും, തിരിച്ചെങ്ങനെ വരത്തുന്നു? ഈ സുഖവും ഉടായിപ്പല്ല എത്ര കാലം ഉണ്ടാവല്ലേ? ഖബറിലെത്തിയ ക്ലോസ്. നൂറുലുലമ ഇപ്പോഴും ഓർക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? കൻസുലുലമ ചിത്താരി ഉസ്താദ് ഇപ്പോഴും സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? ജീവിക്കുന്ന കാലത്ത് ഈ ഉമ്മത്തിന് വേണ്ടി ജീവിച്ചിട്ടാ. 6 ഓപ്പറേഷൻ കഴിഞ്ഞ എന്തെല്ലാം പ്രാതികൂല്യ സാഹചര്യങ്ങളും രോഗങ്ങളും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട കൻസുലുലമ ശൈഖുന ഉസ്താദിന്. ഈ ഘട്ടങ്ങൾ മുഴുവനും ഉണ്ടായിട്ടും ഈ മലയോര മേഖലയിലാണെങ്കിലും ഏത് ഫ്ലൈറ്റ് യാത്രയാണെങ്കിലും ഉസ്താദ് സഹിച്ച് നടത്തിയത് ആർക്ക് വേണ്ടിയാ? ഉസ്താദിന് വല്ല സാമ്പത്തികമായ വല്ല നേട്ടം ഉണ്ടാവാനാണോ? ഉസ്താദിന്റെ ഫാമിലി വെച്ച് നോക്കുമ്പോൾ ഇക്കണോമിക്കലി ബാക്ക്ഗ്രൗണ്ടിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഉസ്താദ് നമുക്കൊക്കെ വേണ്ടി ജീവിച്ചതുകൊണ്ട് അൽമക്കറിന്റെ മുറ്റത്താണ് കിടക്കുന്നതെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഖൈറാത്ത് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. എത്ര കിലോമീറ്ററാ നൂറുലുലമ എം.എ. ഉസ്താദ് മദ്രസ പ്രസ്ഥാനത്തിനും സ്ഥാപനത്തിനും വേണ്ടി നടന്നത്? എത്ര 1000 കിലോമീറ്ററാ. എന്നിട്ട് ഇപ്പോൾ അതല്ലേ നേട്ടങ്ങൾ കൊയ്യുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ യശസ്സും ഉയർത്തുന്നെടുത്ത് താജുൽ ഉലമ സഹിച്ച ത്യാഗത്രേ. കയ്പ് നീർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സത്യം പറയുന്നിടത്ത് മറച്ചു വെച്ചോ? ഇല്ല. ഏതെങ്കിലും രാഷ്ട്രീയ കോമരന്മാരെ ഭയപ്പെട്ടോ? ഇല്ല. സുൽത്താനുൽ ഉലമ ആരാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു ആനുകൂല്യങ്ങളും അനുകൂലമായ ഒരു സാഹചര്യവും ഇല്ലാതെ തന്നെ ദീനീ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും സ്ഥാപനവും സംഘാടനവും ഒക്കെ സാധ്യമാണ് എന്ന് തെളിയിച്ച ആളുടെ പേരാ സുൽത്താനുൽ ഉലമ ഉസ്താദ്. രാഷ്ട്രീയ സ്വാധീനമില്ല, പണത്തിന്റെ ഒരു പളവളപ്പുമില്ല, ഒരാളുടെയും ആനുകൂല്യമായ സാഹചര്യങ്ങളില്ല. എന്ത് പ്രാതികൂല്യ സാഹചര്യം ഉണ്ടായാലും അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നടത്താൻ സാധ്യമാണ് എന്ന് നമ്മുടെ ഓരോ യൂണിറ്റിലെയും സുന്നി സെന്ററുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്തെല്ലാം കല്ലേറുകൾ, എന്തെല്ലാം പ്രതിസന്ധികൾ. എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്? പ്രസ്ഥാനം വളർന്ന് 17 രാജ്യത്താ ഇപ്പൊ RSC രൂപീകരിച്ചത്. 17 രാജ്യത്ത്. നിങ്ങൾ ഇപ്പോഴും ദുബായിലും കുവൈത്തിലും ഉണ്ടത്രല്ലേ? ജോർജിയയിലാ RSC ഇംഗ്ലണ്ടാ സാഹിത്യോത്സവം നടത്തിയേക്കണത്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിപ്പം ആലോചിച്ച് നോക്കിയേ. ഗോൾഡൻ 50 കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മാത്രമല്ല നടത്തിയേക്കണത്. ബാംഗ്ലൂരിൽ അതാ ഐതിഹാസിക സമ്മേളനം നടന്നു. മുംബൈയിൽ അതല്ലേ പ്രാസ്ഥാനിക മുന്നേറ്റം അടയാളപ്പെടുത്തും വിധം സമ്മേളനം നടത്തിയില്ലേ? എന്തെല്ലാം വൈവിധ്യങ്ങളോടുകൂടിയാണ് തൃശ്ശൂരിൽ നമ്മുടെ SOSന്റെ 70ാം വാർഷിക സമ്മേളനങ്ങൾ അവസാനിച്ചത്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ യൂണിറ്റിൽ നിന്ന് ഫണ്ട് പിരിക്കൂല. വെരി ഗുഡ്. എവിടെ പോയി മനുഷ്യന്മാർ? നമ്മൾ ഇനിയും ഉറങ്ങരുത്, അധ്വാനിക്കണം. എന്നിട്ട് മരണം വരെ നമ്മൾ അധ്വാനിക്കണം. എന്നിട്ട് 4 ആളുടെ തോളത്ത് പോയി ഖബറിൽ കിടക്കുമ്പോൾ 10,000 മുഅ്മിനീങ്ങളുടെ മയ്യത്ത് നിസ്കാരവും തഹ്ലീലും നമുക്ക് കിട്ടണം. ഇതേ SSFനും SOSനും പ്രസ്ഥാനത്തിന് ഓഫർ ചെയ്യാനുള്ളൂ. വേറെ ഭൗതികമായി ഒന്നും കിട്ടാനില്ല. അധ്വാനിച്ചവർക്ക് മുഴുവനും സംഘടന സമ്മാനങ്ങളായി നൽകുന്നുണ്ട്. അതിന് ഒരാളെയും ഭയപ്പെടാതെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. 5ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർൽ ഗിഫാരി തങ്ങളോട് നൽകിയ ഉപദേശം, വഅല്ലാ അഖാഫ ലൗമത ലായിം. ആരെയും മോനെ പേടിക്കരുത്, ആരെയും പേടിക്കരുത്. അള്ളാഹുവിന്റെ ദീൻ അങ്ങോട്ട് പറയണം. ആരെയും പേടിക്കരുത്.
സത്യം അങ്ങോട്ട് പറയുന്നൊക്കെ സത്യമായിരിക്കും. അതും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പറയുന്നത് സത്യമായിരിക്കണം. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയല്. കിട്ടിയ വീഡിയോ മൊത്തം ഷെയർ ചെയ്യുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവരുത്. ഇന്നലെ നടന്ന ആക്സിഡന്റ് 38 കൊല്ലമായിട്ടുണ്ടാവും ആക്സിഡന്റ് നടന്നിട്ട്. ചില പ്രായമുള്ള ഒരു ഫാമിലി ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ വീഡിയോസ് ഷെയർ ചെയ്യും. അതും 86 MB ഉണ്ടാവും. ഒരു ഉപകാരം ഉണ്ടാവില്ല. ഒരു പൂച്ചനെ നായ ഓടിക്കുന്നുണ്ടോ? വേറൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പ്രായമുള്ള ഉപ്പാപ്പ ഈ ഫോണിലെ വീഡിയോ ഷെയർ ചെയ്തിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പേരക്കുട്ടി അതിന്റെ താഴെ ഒരു കമന്റ്, ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ, ചീത്ത വിളിച്ചതല്ല, ഉപ്പാപ്പ. എന്താ? ഇറ്റ് ഈസ് വെരി വെരി ഓൾഡ്. ഇത് വളരെ പഴയതാണ്. തീർന്നില്ലേ? ഇനി എന്തെങ്കിലും അതിൽ നമുക്ക് മിണ്ടാൻ പറ്റും. റജബിൽ ചൊല്ലേണ്ട ദിക്റുകൾ നിനക്കറിയോ? ആ ദിക്ർ സൊയ്യാണോ ഇല്ലയോ? അല്ല ഉസ്താദേ, അല്ലെങ്കിൽ തന്നെ നല്ലല്ലേ? വിവരില്ലാത്ത കാര്യം പറയരുത്. വിവരില്ലാത്ത കാര്യം, ദീനിന്റെ കാര്യം വിവരമില്ലാതെ പറയുന്നത് പച്ച ഹറാമാണ്. പറയരുത്. ആയത്തുൽ കുർസിയുടെ 48 നേട്ടങ്ങൾ, അതിൽ 47 ഉണ്ട് എന്ന് വിചാരിച്ചോ. 1 കളവാണ്. അത് മതി ആഖിറത്തിൽ കൊടുങ്ങാൻ. ഇന്ന കദിബൻ അലയ്യ ലൈസ കദിബൻ അല അഹദിൻ. നമ്മൾ വേറെ ആരുടെ പേരിൽ കളവ് പറയുന്ന പോലെ അല്ല. നബിവചനം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞിട്ട് അതിലൊരു കളവ് വന്നാൽ ഫമൻ കദബ അലയ്യ മുതഅമ്മിദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മനഃപൂർവ്വം ഒരുത്തൻ കളവ് പറഞ്ഞാൽ ഫല്യതബവ്വ മഖഅദുഹു മിനൻ നാർ, നരക സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഓ നരകത്തിൽ പോവാൻ റെഡി ആയിക്കോട്ടെ. സാധാരണ ഞാനിപ്പോ സ്റ്റേജിലുള്ള ഒരാളുടെ പേരിൽ കളവ് പറയൽ ഹറാം. നബിവചനം എന്ന് പറഞ്ഞിട്ട് കളവ് പറഞ്ഞാൽ അത് ഹറാമ് മാത്രമല്ല, വൻദോഷം. പറയരുത്. കുറേ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിലൂടെ പ്രചരിക്കുമ്പോൾ നമ്മളതിൽ പെടരുത്. കിട്ടിയല്ല ഷെയർ ചെയ്യുക. അങ്ങനെ ആക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാവും. പ്ലേറ്റിന്റെ സൈഡിൽ ഒരു കൊട്ട് വെച്ചാൽ പ്രശ്നം ഉണ്ടാവും. എന്തിനാ മനുഷ്യന്മാര് ഓരോ സൂക്കട് കൊണ്ടുവരുന്നത്? പൂച്ചനെ വളർത്തിയാൽ അങ്ങനെ ഇങ്ങനെ അറിയാത്ത ഒരു വിഷയം പറയുന്നു. ഖീല വഖാൽ. നാളെ ഹർത്താൽ അറിയോ? അല്ല, ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. എന്തിന്? ഞാനായിരിക്കണം ഫാമിലി ഗ്രൂപ്പിൽ, ക്ലാസ്മേറ്റ് ഗ്രൂപ്പിൽ ഏറ്റവും ഫസ്റ്റ് അറിയിക്കുന്ന ആൾ എന്നത് കിട്ടല് മാത്രം, വേറൊന്നും അതിൽ ഉദ്ദേശമില്ല. അറിയാത്ത ഒരു കാര്യം ഷെയർ ചെയ്യരുത്. നമുക്ക് നല്ല നിലപാടുണ്ടാവും. രാവിലെയും വൈകുന്നേരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നവർ നമ്മളാവരുത്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 2ാമത്തെ കാര്യം കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എത്ര ശമ്പളം? അത് പറഞ്ഞിട്ട് എനിക്ക് എന്താ ഉണ്ടായി? ഉസ്താദ് ഇവിടെ ചെറിയൊരു ആവശ്യം വന്നു. ചെറിയ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു അത്യാവശ്യമാണ്. എന്നാലും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പണിയൊന്നുമില്ല നിങ്ങൾക്ക്. ഇതാണ് നമ്മളെ നാട്ടാറവസ്ഥ. ഏതെങ്കിലും ഒരു ഉസ്താദ് ദുആ മജ്ലിസിനോ വയലിനോ പരിപാടിക്കോ വന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ വിശ്രമത്തിലാന്ന് വിചാരിക്കുക. കൊല്ലത്തുനിന്നോ പത്തനംതിട്ടയെന്നോ തെക്ക് ഭാഗത്തുനിന്ന് വന്ന് വളരെ ടയേർഡായി നമ്മളെ പയ്യന്നൂരോ മറ്റോ റെയിൽവേ ഇറങ്ങി വളരെ ക്ഷീണത്തോടെ ആ പ്രഭാഷണമൊക്കെ കഴിഞ്ഞോട്ടെ, ഞാൻ ദുആന്റെ സമയത്ത് വരാം എന്നങ്ങാനും വന്ന് പറയാണ്. അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരത്തെ എത്തി, ഉച്ചക്കെത്തി കുറച്ചൊന്ന് വിശ്രമിക്കട്ടെ. എന്നാൽ നമ്മൾ എന്താ ചെയ്യല്? സാധാരണ നമ്മളെ നാട്ടിൽ എന്താ ചെയ്യല്? വാതിൽ മുട്ടുപോയിട്ട് വിശ്രമത്തിലാ. അതിൻ്റെ അർത്ഥം വിശ്രമിക്കാൻ വിടൂലെന്നോ. കാരണം നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കണം ഞാനും ഉസ്താദും നല്ല ബന്ധമാണ്. സ്റ്റേജിലെല്ലാം വരുന്നാള് വെറുതെ വിട്ട് ഓറങ്ങ് പോയിക്കോളൂ. വെറുതെ ഒരു ഫോട്ടത്തിൽ കുടുങ്ങലൊന്നും മൊറാതായ നമ്മൾ ആഹൃത്തി കുടുങ്ങും. ഇവിടെ ഫോട്ടത്തിൽ കുടുങ്ങിയാൽ ആടിയും ചിലപ്പോൾ കുടുങ്ങാൻ സാധ്യത. വെറുതെ ഇങ്ങനത്തേനൊന്നും നിൽക്കരുത്. ആവശ്യമില്ലാത്ത ഒരു കാര്യം ചോദിക്കുക. എത്ര മക്കളായി? 3. കല്യാണം കഴിച്ചിട്ട് എത്രയായി? എന്തൊക്കെ സുഖമായിട്ടുണ്ടായിനാ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? മാലിക് ഇമാമിനോട് ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായി? മാലിക് ഇമാം തിരിച്ചു ചോദിച്ചു എനിക്ക് എത്ര വയസ്സായി നടത്തി എന്താ കാര്യം? ഇല്ലല്ലോ, മിണ്ടാണ്ടെന്ന്. ആവശ്യമില്ലാത്ത ഒരു കാര്യം ചോദിക്കരുത്. നമ്മളുടെ ആൾക്കാരുടെ ഏറ്റവും വലിയ പരാതി തന്നെ എന്താ? ഉസ്താദിന്റെ പേരെ കാറിൽ യാത്ര ചെയ്തിട്ട് ഒന്നും മിണ്ടിയില്ല. സോ ഫുള്ള് കിതാബൊക്കെയാണ്. ഗസാലി ഇമാമിന്റെ കൂടെ ഒരാൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു. കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് മുട്ടിയിട്ട് യാത്ര ചെയ്തു. 40 ദിവസം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്നിട്ട് ഇറങ്ങിയ ശേഷം നാട്ടിലെത്തിയിട്ട് ഡമസ്കസിലെത്തിയതിനു ശേഷം ചോദിച്ചു നാടേടെ? നല്ല നാട്. പോയി, അത്രേ ഉള്ളൂ. മുണ്ടിക്കൊണ്ടിരിക്കലോ ഞാൻ നമ്മളെ പണി. അതൊന്നും ഉണ്ടാവില്ല. ആവശ്യമില്ലാത്തൊന്നും ചോദിക്കരുത്.
ഒന്നും ചോദിക്കരുത്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ തിങ്ക് ട്വൈസ് ബിഫോർ സ്പീക്കിംഗ്. 2 വട്ടം ആലോചിക്കുക, മിണ്ടണോ വേണ്ടോ. മിണ്ടാത്ത ആളെല്ലാം ഗൗരവക്കാരനാക്കരുത്. അവരെന്തെങ്കിലും ആലോചനയിലായിരിക്കും, അവരെ വിട്ടേക്കണം. അങ്ങനെ ഒരു നല്ല കൾച്ചർ നമ്മളുടെ ഒക്കെ പ്രവർത്തകരിൽ ഉണ്ടാവണം. നല്ല കൾച്ചറാണ്. ആരെയും ആവശ്യമില്ലാതെ ഒന്നും സംസാരിപ്പിക്കരുത്. അവരവിടെ ഇരുന്നിട്ട് അവരെന്തെങ്കിലും ഒരു ലോകത്തായിരിക്കും, അവര് വേറെ എന്തെങ്കിലും ആലോചനയിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയൊരു ഉസ്താദ് വന്ന്, ഒരു തങ്ങൾ വന്ന് സോഫമ്മയിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ ലോകത്ത് ആലോചിച്ചോട്ടെ. നമ്മൾ അടുത്ത് വെച്ച് ഇരുന്നിട്ട് തുടങ്ങും, വെറുതെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ വിടൂലാന്ന്. അതിന്റെ അർത്ഥം അങ്ങനെ വിടൂലാന്ന്. കുറേ അസുഖങ്ങളുണ്ട് നമുക്ക്, പനി, അതുപോലത്തെ അല്ല, ഇത്തരത്തിലുള്ള സൂക്കേട്, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നല്ല മനുഷ്യന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള 3-ാമത്തെ കാര്യം ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കൽ. എൻഗേജ്മെന്റിന്റെ പേരിലൊക്കെ എന്തൊരു ധൂർത്താണ് നമ്മുടെ സ്വഭാവം. നമ്മുടെ നാട്ടിൽ എന്തൊരു ധൂർത്താണ് ഈ എൻഗേജ്മെന്റിന്റെ പേരിലൊക്കെ നടക്കുന്നത്. ഒന്നാം സമ്പത്ത് നശിപ്പിച്ചതിന്റെ കുറ്റം, രണ്ടാമത്തത് ഈ വീഡിയോ റീലായിട്ട് ഓടണമെന്നേ അതിന്റെ പ്രധാന താല്പര്യമുള്ളൂ, അല്ലാതെ സ്നിക്കേഴ്സിന്റെ ടേസ്റ്റ് നോക്കാനൊന്നല്ല. പിന്നെന്താ, എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് കുറേ പൂവും ലൈക്കൊക്കെ കിട്ടണം. ഇത് പാവങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും. ഫൗസി മോളെ കല്യാണമാണല്ലോ അടുത്ത മാസം വരുന്നത്, ഞാനെന്താ ചെയ്യുക? ആ വേദനിപ്പിച്ചതിൻ്റെ കുറ്റം നമ്മൾ വാങ്ങേണ്ടി വരും. ഇതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഫുഡ് കഴിച്ചാൽ സ്റ്റാറ്റസ് ഇടുക, എന്നിട്ട് എല്ലാവരും കാണണം. പാവങ്ങളെ വേദനിപ്പിച്ച അല്ല വിടോ? നമ്മളെ പാവങ്ങളെ വേദനിപ്പിച്ച വിടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴല്ലേ അഹങ്കാരമുള്ള പല മനുഷ്യന്മാരും വന്നിട്ട് നിങ്ങളുടെ കൂടെയുള്ള പാവങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞേ. അപ്പൊ അള്ളാഹു പറഞ്ഞു, അങ്ങനെ അവർ ഇരിക്കണ്ട, വലാ തുതി, അവരെ തങ്ങൾ വഴിപ്പെടണ്ട, അവരെ സ്വീകരിക്കണ്ട. വസ്ബിർ നഫ്സക്, തങ്ങൾ ഈ പാവങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി. കണ്ടോ കണ്ടങ്ങള്, സമ്പത്ത് നമ്മൾ നശിപ്പിക്കരുത്. എൻഗേജ്മെന്റിന്റെ പേരിലും കല്യാണത്തിന്റെ പേരിലൊക്കെ ആൺകുട്ടികളെ ലോൺ എടുപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുടുംബക്കാരും മക്കളും തെറ്റ് ചെയ്യുന്നത് ഉപ്പയും ഉമ്മയും അറിവോടുകൂടിയാണ് ഈ തെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഉപ്പാക്കും ഉമ്മാക്കും അതിൽ കൂസലില്ലെങ്കിൽ ആ ഉപ്പാക്കും ഉമ്മാക്കും ഹദീസ് ഇട്ട ഒരു പേരുണ്ട്. എന്താ പേരെന്നറിയാം? ദയ്യൂസ്. ആ ദയ്യൂസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന്. മക്കളെ എങ്ങനെ മുടി മുറിച്ചാലും പ്രശ്നമില്ല, മോൾ ഏത് ഡ്രസ്സ് ഇട്ടാലും കുഴപ്പമില്ല, അവൾ ഏത് ക്യാമ്പസിൽ പോയാലും കുഴപ്പമില്ല, എന്ത് ന്യൂ ഇയർ ആഘോഷിച്ചാലെന്നാ എന്താ പ്രശ്നം? അവർക്കൊരു പ്രശ്നമില്ല. ഇങ്ങനത്തെ രക്ഷിതാക്കളെ ഇസ്ലാം ഇട്ട പേര് ദയ്യൂസ് എന്നാണ്. സ്വർഗം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഹാജിയാരെ നെറ്റിത്തടത്തിലെ താമ്പ് മാത്രം പോരാ, ഉമ്മമാരെ കയ്യിലെ കൗണ്ടറും പോരാ, നമ്മളെ മക്കളെ ഖുഅൻഫുസകും വഅഹ്ലീകും നാറാ, മഹർ കുറച്ചും കൂടി വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ലോൺ എടുപ്പിക്കുന്ന ഉമ്മമാരുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഉമ്മാൻ എന്താ വിളിക്കേണ്ടത്? മാമൂലികൾക്ക് വേണ്ടി ലോൺ എടുപ്പിക്കുന്ന ഉമ്മമാരുണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ നിങ്ങൾ ഇങ്ങനെ നരകത്തിന്റെ അഹ്ലുകാരാവുകയാണോ? അങ്ങനെ ചെയ്യരുത്. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം, മോനെ അബൂദർറെ, നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്ർ അധികരിപ്പിക്കണം. ആ ദിക്ർ അർശിന്റെ ചുവട്ടിലുള്ള നിധിയാണ്. ഈ വാഴ് കഴിഞ്ഞിട്ട് പോകുമ്പോ നല്ല വാഴട്ടോ മൂപ്പര് പറയണ്ടല്ലേ, ഏകദേശം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൂപ്പര് അടുത്തോലും വിളിച്ചാലോ എന്ന കമന്റ് അല്ല വേണ്ടത്. മൂപ്പര് ലാസ്റ്റ് പറഞ്ഞ ഹദീസിലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്ർ ഒരു 10 ഡെയിലി ചൊല്ലുമ്പോ അല്ലേ ഈ വാഴിന് വന്നത് മുതലാവുക? അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? കുറെ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം? കമന്റ് ബോക്സിൽ നിറയെ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് പൂവ് കിട്ടിയിട്ട് എന്താ കാര്യം? അതിനെ കൊണ്ട് എന്താ ബെനിഫിറ്റ് എന്നാ? ഒരു 10 തവണയെങ്കിലും 86,400 സെക്കൻഡുകളാവുന്ന 24 മണിക്കൂറിന്റെ ഉള്ളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ചൊല്ലിയാൽ അതല്ലേ നമുക്ക് ഈ ക്ലാസ് മുതലാവുക, ഈ വയലിന്റെ സഭ സാർത്ഥകമാവുക. അപ്പോഴല്ലേ നമുക്ക് ഉഖ്റവിയായ ഒരു മജ്ലിസായി സ്വീകരിക്കാനുള്ള ഒരു വഴി എളുപ്പമാവുക. അതല്ലേ വേണ്ടത്? നമുക്ക് നല്ലവണ്ണം ദിക്ർ ഉണ്ടാവണം. കുറേ ദിക്റുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും ഔറാദുകൾ കൃത്യമായി കൊണ്ട് നടക്കണം.
അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വിശേഷിച്ച് രാവിലത്തെ സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. രാവിലുള്ള സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിക്കാഹ് രാവിലെ സുന്നത്ത്, വൈകുന്നേരമല്ല. പല നാട്ടിലും വൈകുന്നേരമാണ് നിക്കാഹ് നടക്കല്. അത് മിക്കവാറും കാപ്പി വൈകുന്നേരമാണല്ലോ. അപ്പൊ കാപ്പിക്ക് പറ്റിയ സമയം ആക്കിയതായിരിക്കും മിക്കവാറും. കാപ്പിക്ക് പറ്റിയത് വൈകുന്നേരമല്ലേ, രാവിലെയാണ് നിക്കാഹ് സുന്നത്ത്. നിക്കാഹിനുള്ള സുന്നത്തുകൾ 1-2 ഉണ്ട്. ഒന്ന്, സ്വാലിഹീങ്ങൾ കുറേ ആള് നിക്കാഹിൽ പങ്കെടുക്കണം. അത് ആ നിക്കാഹിന് വലിയ ബർക്കത്തുണ്ടാവും, ആ ദാമ്പത്യ ജീവിതത്തിന് വലിയ ബർക്കത്തുണ്ടാവും. നിക്കാഹിന്റെ ഒരു സുന്നത്താണ് സ്വാലിഹീങ്ങളുള്ള മജ്ലിസിൽ ആവുക. 2, നിക്കാഹിന്റെ ഒരു സുന്നത്താണ് രാവിലെ ആവുക. രാവിലെ ബർക്കത്തുള്ള സമയമാണ്. 3, വെള്ളിയാഴ്ചയാവുക. 4, ശവ്വാൽ മാസത്തിൽ ആവുക. ശവ്വാൽ മാസത്തിലാവുക. ഇനിയിപ്പോ ശവ്വാലിൽ സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ പുതിയാപ്പിളയും മറ്റവനെയും ഗൾഫിലേക്ക് തന്നെ തിരിച്ചേക്കൊന്നും വേണ്ട, നിക്കാഹ് നടത്തിയേ വേണ്ടത്. അടുത്ത ശവ്വാല് വരെ കാത്തുനിന്നിട്ട് കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. ചില ആളുണ്ട് ഒരു നിക്കാഹ് എവിടെയല്ലോ കൊണ്ടുവച്ചിട്ട് കുടുംബക്കാരെ മുഴുവനും പ്രയാസപ്പെടുത്തും. അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. കുടുംബത്തെ നന്നായി പരിഗണിക്കണം. നിക്കാഹിലൊക്കെ പ്രത്യേകിച്ചും ഒരു നിക്കാഹിലും കല്യാണത്തിനൊക്കെ പോയാൽ കുടുംബക്കാർക്ക് തമ്മിൽ സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ എന്ത് മജ്ലിസാണെങ്കിലും സൗണ്ട് ഒന്ന് കുറക്കണം. ആകെ ഇവർ 2 കൊല്ലത്തിന്റെ ഇടയിലും 10 കൊല്ലത്തിന്റെ ഇടയിൽ കണ്ടുമുട്ടൽ തന്നെ എന്തെല്ലാം മുത്താവറാത്തന്നെ, അതെ എന്തെല്ലാം മുത്താവറാത്തന്നെ, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ചൂടായിട്ട് പോകേണ്ടി വരും. അപ്പൊ സൗണ്ടെല്ലാം ഒന്ന് കുറക്കുക. കുടുംബം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സുന്നത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, അടിസ്ഥാനപരമായി പലതും നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുന്നു. രാവിലത്തെ സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് കുറേ ദിക്റൊന്നും ചൊല്ലാൻ പറ്റൂലെങ്കിലും ഒരു ദിക്റെങ്കിലും നീ ചൊല്ലണേ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാറിൽ പറയുന്നുണ്ട്. ഒന്നെങ്കിലും ചൊല്ലണം. കാരണം അത്രയും നിധി വാരിക്കൂട്ടാൻ പറ്റുന്ന സമയമാണ് രാവിലത്തെ സമയം. ഒരു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന ദിക്ർ, അല്ലെങ്കിൽ ഒരു ബിസ്മില്ലാഹിൽ ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തെങ്കിലും ഒരു ദിക്ർ രാവിലെ നമ്മൾ ചൊല്ലണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച സഹായിച്ച ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ.